Hello, good evening. Good evening. എവിടെന്നാ ആൾക്കാരൊക്കെ ആരെത്തിയേ? സാറിപ്പ ജോയിൻ ചെയ്യുവേ, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും. ഓക്കെ ഓക്കെ. അനീഷ് സാർ എന്താ ചെയ്യുന്നേ? ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാർ എന്തായിരുന്നു ചെയ്തിരുന്നെ? ഞാനിപ്പോ ഗോൾഡ് വർക്കാണ് ചെയ്യുന്നത്. ഒരു കമ്പനിയിലാണ്. മുന്നേ MLM ആയിരുന്നു കൊറോണ ടൈമിലൊക്കെ. ഇപ്പൊ വീണ്ടും ഇതിലേക്ക് തന്നെ വന്നു. ഗുഡ് ഈവനിങ്. ഓൾ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മാഡം ഇന്നലെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഗ്രൂപ്പിന്റെ കാര്യം? ഗ്രൂപ്പ് സാറ് സെറ്റ് ആക്കും. അപ്പൊ അത് സാറ് എന്താണെന്നുള്ളത്? മെമ്പേഴ്സിനെ ആഡ് ചെയ്യും. അത് വെച്ചാല് നമ്മള് എല്ലാരും ഒന്ന് കണക്ട് ചെയ്യാന്നുള്ള രീതിയില് വരാത്തവരെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുക, അവരെ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഒരു ഗ്രൂപ്പാക്കി. ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് ഗ്രൂപ്പ്. അതിലോരോ ഇത് തരും, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് തരും. നമ്പർ കൊടുക്കാൻ വാശിയോ നമ്പറോ സാറടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്പർ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. സാറ് കണക്ട് ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. സാർക്ക് എന്ത് പറ്റി? സാറിന്റെ ക്യാം ഒരു ടെക്നിക്കൽ ഇഷ്യൂ. അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട് സാറ്. ഇന്നലെ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയില്ലേ? സാറ് പറഞ്ഞേ. So good evening, guys. എന്താണ് വിശേഷങ്ങൾ? സെറ്റല്ലേ? നമ്മൾ ഇരുന്ന് സംസാരിക്കാതെ വിചാരിച്ചു. നമ്മളിങ്ങനെ കംഫേർട്ട് സോൺ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ സോണുകൾ മാറുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി എനർജി വരുന്നത്. ഗുഡ് ഈവനിങ് സാർ. യെസ്, ഗുഡ് ഈവനിങ്. എന്താ വിശേഷങ്ങള്? സാറല്ല? നല്ല വിശേഷം സാർ. യെസ് 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 യെസ്. എന്താണ് ആൾക്കാര് വരവ് കുറവാണല്ലോ, വീട് കുറവാണല്ലോ. എന്നാ ജുഹൈന തുടങ്ങല്ലേ? നമ്മുടെ മുനീർജി വന്നു. മനോജേട്ട നമസ്കാരം. കുറെ വിഷയങ്ങൾ മുനീർജി കാണില്ല അല്ലെ? മേ ബി എത്തിയിട്ടുണ്ടാവില്ല. തുടങ്ങിയാൽ ഇന്നലത്തെ ആരാ? ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? പറയും. ഞാനെന്നും പറയണല്ലേ, ആരാ പറയുന്നത്? പറഞ്ഞു. പുതിയ ആൾക്കാരെ പിടിക്കാം. പുതിയ ആൾക്കാരെ നമുക്ക് അനീഷിനെ കൊണ്ട് പിടിക്കാം. ആദ്യം എന്റെ വീഡിയോയിൽ അനീഷിനെ കാണും. അനീഷിനെ തുടങ്ങാം. ഞാനും അനീഷ് സാറെ തന്നെ കാണുന്നത്. പാലക്കാട് കാണിച്ചാൽ. യെസ്, ഇന്നലെ നമ്മൾ എന്തൊക്കെ സംസാരിച്ചു? ഇവിടെ അപ്പൊ ആൾക്കാരൊക്കെ ഫസ്റ്റ് ഡിസിപ്ലിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. പിന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ കംഫർട്ട് സോൺ
ടൈം, അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞു. നന്ദി ഉണ്ടാവുക, അതേപോലെ താങ്ക്സ്, നന്ദി പറയുക. പിന്നെ ഡെയിലി റൊട്ടീനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അബൻഡൻസ്, സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു. ആ സമ്പത്ത് എന്ന് വെച്ചാൽ നമ്മൾ വലിയ കാര്യങ്ങൾ ചിന്തിക്കുക, അതേപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുക, അതുപോലെ തന്നെ പിന്നെ അതിൽ തന്നെ കംഫർട്ട് സോണിൽ സ്കാർസിറ്റി മൈൻഡ് സെറ്റിൽ കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. ഇതൊക്കെയാണ് ഇന്നലെ സാറ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അബൻഡൻസ് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു ഇന്നലെ നമ്മൾ സംസാരിച്ചത്. നമ്മൾ ഇത്രയും കാലത്ത് ഒരു കാര്യം ഒന്നും കൂടി നമ്മൾ പറഞ്ഞു തുടങ്ങാം. അതായത് അബൻഡൻസ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ സിഇഒന്റെ ക്യാപ്റ്റന്റെ മൈൻഡ് സെറ്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അബൻഡൻസ് മൈൻഡ് സെറ്റ് എന്നുള്ളത്, അല്ലെ? ഗ്രോത്ത് മൈൻഡ് സെറ്റ് അഥവാ അബൻഡൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസീസ് മൈൻഡ് സെറ്റുകളെ മാറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നലെ നമ്മൾ സംസാരിച്ചത് വേ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ അബൻഡൻസ് മൈൻഡ് സെറ്റ് ചെയ്യാനുള്ള ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി. ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അതേപോലെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുക. കസ്റ്റമേഴ്സിനാണെങ്കിലും ആരുകൾക്കാണെങ്കിലും ഹൃദയത്തിൽ നിന്ന് കൊടുക്കുക. ഗിവ് ഇറ്റ് ഫ്രം യുവർ ഹാർട്ട്. ഗിഫ്റ്റുകളാവാം, സമ്മാനങ്ങളാവാം, നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതാവാം. ഇതൊക്കെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്താനുള്ള ടിപ്സുകളാണ്. നമ്മൾ ഇനി ഇത് അല്ലാതെ നമുക്ക് അടുത്തൊരു പോയിന്റ് വരുന്നത് എന്താണെന്നറിയോ? സ്റ്റോപ്പ് ചേസിങ് സ്റ്റാറ്റസ്. മലയാളികൾക്ക് ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഒരു ചർച്ച ഉണ്ടായി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു സ്റ്റാറ്റസിനെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ. നമ്മളെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയില്ല, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ സ്റ്റുഡിയോ വന്നു. അതേപോലെ തന്നെ കുറെ അതേ മോഡലായിട്ടുള്ള കല്യാണ്ട് വരുന്നിട്ടുണ്ട്. എന്താ പേര്? കല്യാൺ 99 അങ്ങനത്തെ എന്തോ ഒരു പേര്. പിന്നെ റിലയൻസിന്റെ ഫസിയോ. ഇങ്ങനത്തെ കുറെ നമ്മുടെ എടപ്പള്ളിയിൽ ഒന്നുണ്ടല്ലോ ജയ്, മറന്നുപോയി, പേരുകളൊക്കെ മറന്നുപോയി. അപ്പോ ടെക്സ്റ്റൈൽസുകൾ ഒരു പുതിയ മോഡൽ ടെക്സ്റ്റൈൽസുകളുടെ ഒരു വെസ്റ്റേൺ വെയേഴ്സിന്റെ കുറെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ സെൽഫികൾ ഇപ്പോൾ സംഭവിക്കുന്നത് മിറർ സെൽഫികൾ. ആളുകൾ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു, ഇടുന്നു. അതായത് നമ്മൾ ഏത് കാറ്റഗറി ഓഫ് ആളുകളായിക്കോട്ടെ, നമുക്ക് ഇത് സെൽഫികളൊക്കെ ഇടുന്നത് ഒരു ഭയങ്കര വലിയ സംഭവമാണ്. സ്റ്റാറ്റസ്, അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ജീവിതത്തിന്റെ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമുള്ള ആളുകളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. മറ്റുള്ളവർ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടൂർ പോവാന്ന് വെച്ചാൽ വാഗമണിലേക്ക് ടൂർ പോകുന്നു. അവിടെ ഇരുന്നിട്ട് അവിടുത്തെ മഞ്ഞിന്റെ ഉള്ളിൽ നിന്നൊരു ഫോട്ടോ ഇടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മസ്റ്റ്. അതേപോലെ നമ്മളൊരു പുറത്തു പോയിട്ടൊരു ഭക്ഷണം കഴിക്കുന്നു, ഈവൻ കുഴിമന്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളായിക്കോട്ടെ, നമ്മൾ അവിടെ പോകുന്നപ്പോൾ ഫോട്ടോ എന്താണ് സ്റ്റാറ്റസ് ഇടുന്നു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഫോട്ടോസ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്? മറ്റുള്ളവരാരൊക്കെയോ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ശരിയാണോ? മറ്റുള്ളവരാരൊക്കെയോ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് കണ്ടിട്ട് എനിക്കും അതുപോലെ ചെയ്യണമെന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിവിടെ നിർത്തിക്കോ. അത് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലത്തെ സ്റ്റാറ്റസുകൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള സ്റ്റാറ്റസ് ഇടുന്നത്. ഇതിനെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നാ പറയാ, ഫോമോ എന്നാ പറയാ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ലൈഫാണ് യഥാർത്ഥ ലൈഫ് എന്ന് കരുതിയിട്ട് അതുപോലെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ, ഒരു മൈൻഡ് സെറ്റ് നമ്മൾക്കുണ്ടെങ്കിൽ, ദാറ്റ്സ് കോൾഡ് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. ഇതൊരിക്കലും പാടില്ല. ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള സ്റ്റാറ്റസുകളെ ബോർഡർ ചെയ്യുന്ന ആളുകളായിരിക്കില്ല.
അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം അവന് പണം ഉണ്ടാക്കുന്നതിന്, അവന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ആക്ഷൻസിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നു. He never bother about the brand. He bother about the action to get wealth. പണം ഉണ്ടാക്കാൻ, വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസിലാണ് ഇവൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് ആളുകളായിരിക്കും റിച്ച് മൈൻഡ് സെറ്റിന് ഉടമ ഉണ്ടാവുക. ആരാണ് ഈ വൈറ്റ് ബോർഡൊക്കെ ഓണാക്കുന്ന ആൾക്കാർ? ഒരു മിനിറ്റ്, അവിടെയും ഇവിടെ കുറിച്ചൊക്കെ ഞെക്കുന്നുണ്ടല്ലോ. യെസ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വളരെ സിമ്പിൾ ആണ്. ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് അഥവാ റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന, ഫോമോ എന്ന് പറയുന്ന, സ്റ്റാറ്റസ് പങ്കുവെക്കൽ എന്ന് പറയുന്ന സംഭവത്തിനെ മാറ്റി നിർത്തുക. ഡോണ്ട് ബോദർ അബൌട്ട് ദ സ്റ്റാറ്റസ്. സ്റ്റാറ്റസിനെ കുറിച്ച് വലിയ രീതിയിൽ ബോധർ ആവാതിരിക്കുക എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. സ്റ്റോപ്പ് ചേസിങ് സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമുക്ക് നഷ്ടപ്പെടാനുള്ള ഒരു സാധനം മാത്രമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വല്ലാത്ത രീതിയിൽ ബോധറായിട്ട്, ഇപ്പൊ എനിക്കൊരു സുഹൃത്തിനെ, എന്റെ ഒരു ബിസിനസ് സുഹൃത്ത്, എന്റെ ക്ലയന്റ് കൂടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ, നല്ല പണത്തില്, നല്ല രീതിയിൽ താഴേക്കടയിൽ നിന്ന് വളർന്നു വന്ന് വലിയ രീതിയിലായിട്ടുള്ള ആളാണ്. അപ്പൊ സമൂഹത്തിൽ അദ്ദേഹത്തിന് ഒരു ഭയങ്കര സ്റ്റാറ്റസ് ഉണ്ട്. അവിടെ ഏതൊരാൾ വന്നാലും പിരിവ് കൊടുക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ ചെലവ് ചെയ്യുകയാണെങ്കിലും, സ്പോൺസർ ചെയ്യുകയാണെങ്കിലും, ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് കാണിക്കുക എന്നുള്ളത്, അത് കാണിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് ഒന്ന് ഡൗൺ ആയി, അദ്ദേഹത്തിന് പണ്ടത്തെ പോലത്തെ ഒരു ക്യാഷ് ഫ്ലോ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയും? ഇദ്ദേഹത്തിന് ആ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക. ഞാൻ പണ്ട് സ്പോൺസർഷിപ്പ് കൊടുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, ആ സ്റ്റാറ്റസ് കൊതേ കഴിഞ്ഞാൽ എനിക്കത് നിർബന്ധമാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ആളുകളുടെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് പല കാരണവന്മാരും പല തറവാടുകളും ക്ഷയിച്ചു പോയതിന് കാരണം പല മലയാള സിനിമകളിലും അതേപോലെ തന്നെ പല മലയാളം നോവലുകളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അതിന്റെ നേർസാക്ഷിയാണ്, ദൃക്സാക്ഷിയാണ്. പല തറവാട് വീടുകളും അവരുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കടം വാങ്ങി സ്ഥലം വിറ്റ് ഒക്കെ ഈ ചെയ്യുമ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് താഴത്തേക്ക് വരികയും സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ ഡൗൺ ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. സോ സ്റ്റോപ്പ് ചേസിങ് സ്റ്റാറ്റസ്. സോ ഇറ്റ് വിൽ മേക്ക് യു എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. പോയിന്റ് മനസ്സിലായോ? ഇറ്റ് വിൽ മേക്ക് യു എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിപാടിയൊക്കെ ഇവിടെ അവസാനിക്കും. ഈ പറയുന്ന സ്റ്റാറ്റസ് ഒന്നും കാര്യമായിട്ട് നമുക്കുണ്ടാവണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വെൽത്ത് ഉണ്ടാക്കണം. എന്താണത്? വെൽത്ത്. എന്താ വെൽത്ത്? അത് കാശല്ല. വെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പണമുണ്ടാവാൻ വേണ്ടി വരുന്ന എല്ലാ കാര്യവും വെൽത്താണ്. പണമുണ്ടാവാൻ വേണ്ടി വരുന്ന എല്ലാ കാര്യവും വെൽത്താണ്. അത് നിങ്ങളുടെ മണി ആവാം, നിങ്ങളുടെ കയ്യിലുള്ള കാശാവാം, നിങ്ങളുടെ നല്ല ആരോഗ്യമുള്ള ശരീരവും ശരീരപ്രകൃതിയും എനർജിയും വെൽത്താണ്. സമ്പാദ്യം അല്ലെ? നിങ്ങളുടെ നല്ല ബിസിനസ് കണക്ഷൻസ് സമ്പാദ്യമാണ്. നിങ്ങൾക്കുള്ള അസറ്റ്സുകളായിട്ടുള്ള കാര്യങ്ങൾ സമ്പാദ്യമാണ്. മണി മാത്രമല്ല സ്വത്ത്, റിച്ച്. സമ്പാദ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഓഹരിയുടെ ഷെയറുകൾ സമ്പാദ്യമാണ്. അപ്പൊ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇത് ഡെവലപ്പ് ചെയ്യലാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്നുള്ള ഇത് സംഭവം നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരന് മാത്രമേ നല്ലൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, കടത്തിനെ കുറിച്ച്, പണത്തിനെ കുറിച്ച്, പൈസയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ ഒരിക്കലും അത് ഉണ്ടാവണമെന്നില്ല.
ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എന്റെ ഗ്രൂപ്പിലിരിക്കുന്ന, കമ്മ്യൂണിറ്റിയിലിരിക്കുന്ന, മോർണിംഗ് ക്ലാസ്സിൽ 6 AM ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ചേസ് മണി. പണത്തിനെ നിങ്ങൾ ചേസ് ചെയ്യരുത്. മരുഭൂമിയിലെ മരുപ്പച്ചകളെ തേടി പോകുന്ന പോലെയാണ് പണത്തിനെ ചേസ് ചെയ്താൽ. അത് നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് വരികയില്ല. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ഡ്രീംസിനെ നിങ്ങൾ ചേസ് ചെയ്യൂ. ആ ഡ്രീംസ് ഞാൻ ഇന്നലെ പറഞ്ഞു, ചെറിയ ഡ്രീംസ് അല്ല. 1 പവൻ സ്വർണം വാങ്ങണമെന്നായിരിക്കരുത് ഡ്രീം. വലിയ സ്വപ്നങ്ങളെ കാണാൻ പഠിക്കണം. വലിയ സ്വപ്നങ്ങളെ കാണാൻ പഠിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സ് പറയും ഇറ്റ്സ് നീഡ് സോ മച്ച് ഓഫ് എഫേർട്ട്. ഒരുപാട് എഫേർട്ട് വേണം. വി ഹാവ് ടു സ്റ്റാർട്ട് നൗ. നമ്മൾ തുടങ്ങും, നമ്മളത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യും, റിസൾട്ടിലേക്ക് വരും. ചേസ് യുവർ ഡ്രീംസ്, ചേസ് യുവർ നീഡ്. നമ്മള് പല കാര്യങ്ങളുണ്ട്. നമ്മൾ വിഷൻ ബോർഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരു ബിസിനസ്സുകാരൻ ഏതോ ആയിക്കോട്ടെ, ബിസിനസ്സുകാരനല്ല, ജീവിതത്തിൽ ആര് തന്നെ ആയിക്കോട്ടെ, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യങ്ങളെയാണ് നിങ്ങൾ ചേസ് ചെയ്യണം. ഇവിടെ പലരും ചിന്തിക്കുന്നതറിയാം, എനിക്ക് ഇത്ര രൂപ വേണം, ഇത്ര രൂപയുടെ കച്ചവടം വേണം, ഇത്ര രൂപയുടെ കച്ചവടം അല്ല. നിങ്ങൾക്ക് ഇത്ര രൂപ വേണം, ഇത്ര പ്രോഫിറ്റ് വേണമെന്നല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ പ്രോഫിറ്റ് കിട്ടിയാൽ, എനിക്കൊരു വീട് വാങ്ങാൻ 25 ലക്ഷം രൂപ വേണം, 1 കോടി രൂപ വേണം, അതെനിക്ക് വാങ്ങണം. ഇത് വാങ്ങണമെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഓട്ടോ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം, ഒരു 300-500 രൂപ ഡെയിലി കൂലി കിട്ടുന്ന ഒരു ഓട്ടോ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ എന്തൊക്കെ നേടാൻ പറ്റും? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? എനിപ്പടി അതെ, കുറച്ച് പേരൊന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട്, ആകെ 4-5 പേരേ ഉള്ളൂ ഓഡിയോ ഓൺ ആക്കിയിട്ടുള്ളൂ. വാട്ട് ഈസ് ഹാപ്പനിങ്? ഇവിടെ ഉണ്ടോ എല്ലാവരും? കമോൺ, ഓണാവട്ടെ, വരട്ടെ. ആ, വീഡിയോ ഒക്കെ ഓണാവട്ടെ. ശരി, പറയും. ഒരു 500 രൂപ വരുമാനമുള്ള ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ, ഞാൻ ഓട്ടോ ഡ്രൈവർമാരെ മോശമായി കാണില്ല കേട്ടോ, ഞാൻ കൃത്യമായിട്ട് പറയുന്നു, 500 രൂപ വരുമാനമുള്ള ഒരാൾക്ക് എന്ത് നേടാൻ സാധിക്കും ജീവിതത്തിൽ? ആർക്കെങ്കിലും എന്തിനു പറയാൻ പറ്റും? 500 രൂപ വരുമാനമേ നിങ്ങൾക്കുള്ളൂ, എന്ത് നേടാൻ പറ്റും? വീട് വെക്കും. വീട് വെക്കും. പിന്നെ പെൺകുട്ടികളുണ്ടെങ്കിൽ കെട്ടിച്ചോളും. അല്ല, അവരുടെ ഡെയിലി കാര്യങ്ങൾ നടന്നു 500 രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഡെയിലി കാര്യങ്ങൾ നടന്നു പോകും, അതാണ് പറയുന്നത്. പക്ഷെ ഫമീന, എന്താ സംഭവിക്കുന്ന അറിയോ? നമ്മുടെ നാട്ടില് ബഹുഭൂരിപക്ഷം വരുന്ന 500 രൂപയും 600 രൂപയും വരുമാനമുള്ളവർ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നേടിയിട്ടുണ്ടാവും. അവർക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, 1-2 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ 10-15 വാട്ടവർ ലക്ഷം കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ വീടില്ലാത്തവരാണെങ്കിൽ വീട് വെച്ചിട്ടുണ്ടായിരിക്കും, സുഹൈന പറഞ്ഞ പോലെ. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ് എന്ന് പറയുന്നത്, അവൻ ഈ 500 രൂപയും 600 രൂപയും ചേസ് ചെയ്യായിരുന്നെങ്കിൽ, ഒരു പക്ഷെ 10 ലക്ഷം രൂപയെ ചേസ് ചെയ്യായിരുന്നെങ്കിൽ അവൻ അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ അവന്റെ ജീവിതത്തിൽ ആദ്യത്തെ ലക്ഷ്യം അവന് വീട് വെക്കണം, പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കണം. സീരിയസ്ലി, ശരിയല്ലേ? എത്രയോ ആളുകളുണ്ട്, വരുമാനം വളരെ കുറവായിരിക്കും, പക്ഷെ വലിയ വലിയ ലക്ഷ്യങ്ങൾ. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു വീട് വെക്കണമെങ്കിൽ മിനിമം 25-20 ലക്ഷം വേണ്ടേ? പെൺകുട്ടി ഇപ്പോഴത്തെ കുട്ടിച്ചെടുക്കണമെങ്കിൽ 10 പവന്റെ സ്വർണം കൊടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. 10 പവന്റെ സ്വർണം കൊടുക്കണമെങ്കിൽ. സീരിയസ്ലി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം വെൽത്ത് എന്ന് പറയുന്നത്, അവർ ലക്ഷ്യങ്ങൾ, പൈസയെ ആണ് അത് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ പറയാണ്, എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് 50 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ 50 ലക്ഷം രൂപ ഉണ്ടാക്കില്ല. മറിച്ച് അവന്റെ ഉള്ളിൽ ആകെ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ: വീട് കെട്ടണം, പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കണം. അതിനു വേണ്ടി അവൻ എത്രത്തോളം കഷ്ടപ്പെടാനും എത്രത്തോളം വരുമാനം ഉണ്ടാക്കാനും അവന് സാധിക്കും. ആം ഐ റൈറ്റ്? ശരിയാണോ? ഇത് വളരെ സീരിയസ്. ഡോണ്ട് ചേസ് മണി. നിങ്ങൾക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പൈസയെ ചേസ് ചെയ്ത് നിർത്തുക. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകും. സ്വപ്നങ്ങളുടെ പിറകെ പോകാനുള്ള ഒരു സംഭവമാണ് വിഷൻ ബോർഡ് എന്നൊക്കെ പറയുന്ന സാധനം. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ അതിനെ കാണിക്കുന്നതാണ്, അതിനെ പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്നതാണ് വിഷൻ ബോർഡ്. കുറെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയാണ് വാങ്ങേണ്ടത് എന്നുള്ളത് നമ്മുടെ ഫോണിന്റെ ഇതിലിടാം. എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്റെ ഏത് ഫോണാണെങ്കിലും 2 ഫോണാണെങ്കിലും എല്ലാത്തിലും നമുക്ക് എന്തുണ്ട്,
വിഷൻ ബോർഡ് ഉണ്ടാവും. എന്റെ മൊബൈലിലുണ്ട്, എന്റെ ലാപ്ടോപ്പിലുണ്ട്, എന്റെ ഐപാഡിലുണ്ട്. 2 മൊബൈലിലും അതെല്ലാം ഓരോടത്താണ്. അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു നമ്മുടെ സ്വപ്നമായിട്ട്, നമ്മുടെ ഒരു ആവശ്യമായിട്ട് മാറുകയും നടക്കുകയും ചെയ്യും. സോ സ്വപ്നങ്ങളുടെ പുറകെ പോവുക. ഞാനിതെന്താ പറയുന്നത്, പലയിടത്തും പലരും കേട്ടതായിരിക്കും. പക്ഷെ ഇത് ഓർമ്മിപ്പിക്കുന്ന പണിയാണ്. ആസ് എ ട്രെയിനർ എന്റെ ജോലി എന്താണെന്നറിയോ? ഒന്ന്, നിങ്ങൾക്ക് പുതിയ നോളേജ് പകർന്നു തരിക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് വീഡിയോസും ട്രെയിനേഴ്സും ബിസിനസ് ട്രെയിനേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. എന്റേതായ ശൈലിയിൽ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്നറിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് സെയിൽസിലെ ഫോളോ അപ്പ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. സെയിൽസിലെ ഫോളോ അപ്പ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. സെയിൽസ് പ്രസന്റേഷനോ പ്രോസ്പെക്ട്സോ കസ്റ്റമറെ കണ്ടുപിടിക്കലോ പൈസ മേടിക്കലോ ഒന്നുമല്ല. ആ കസ്റ്റമറെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരെ ബിസിനസ് കൊണ്ടുവരിപ്പിക്കുന്ന പ്രോസസ്സാണ്. അതേപോലെ തന്നെ, കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്തറിയും? മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ കാണുന്നത് മറവിയാണ്. ഗുണവും ദോഷവും. അവന് പല സ്വപ്നങ്ങളും പല പ്രശ്നങ്ങളും മറക്കാൻ സാധിക്കുന്നത് കൊണ്ട് അവൻ ജീവിച്ചു പോകുന്നു മുന്നോട്ട്. അതേപോലെ ആ മറവുള്ളത് കൊണ്ട് നിങ്ങളെയും മറക്കാം. നിങ്ങൾക്കും മറക്കാൻ ചാൻസ് ഉണ്ട്. ഞാനത് ഓർമ്മിപ്പിക്കുന്ന പണിയാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്, പറയുന്നത് ഇതിനാണ്. അപ്പോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ അടുത്ത പോയിന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്, പെർസ്യൂ വെൽത്ത്. വെൽത്ത് നമ്മൾ നേടിയെടുക്കുക, സമ്പാദ്യം ഉണ്ടാക്കണമെന്നുള്ള ചിന്തയുണ്ടാവുക എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, പണമല്ല, സമ്പാദ്യം. ഇനി അടുത്തത്, എന്റെ ചോദ്യം, നിങ്ങൾക്ക് എത്ര രൂപ വേണം? നിങ്ങൾക്ക് ഈ വർഷത്തിപ്പോ എത്ര ഡേറ്റ്? 12-ാം തീയതി അല്ലെ? ജൂൺ 12. അടുത്ത വർഷം ജൂൺ 12 ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു മാസത്തിൽ എത്ര രൂപ വരുമാനം വേണം? നിങ്ങളുടെ ബുക്കിലിരിക്കുന്ന നോട്ടിലൊന്ന് എഴുതി വെക്കൂ. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നോട്ടിൽ എത്ര രൂപ വേണം എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കൂ പ്ലീസ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. എഴുതിയോ? യെസ്. ഇന്നലെ വീഡിയോ ഓണാക്കിയ പല മഹാന്മാരും ഇവിടെ വീഡിയോ ഓണാക്കാതെ മുങ്ങി നടക്കുന്നുണ്ടല്ലേ? ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എഴുതി വെച്ചില്ലേ? ശരി. ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ ഡെയിലി സംസാരിക്കുന്ന, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ 5 സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 5 സുഹൃത്തുക്കളുടെ പേരൊന്ന് എഴുതൂ. 5 സുഹൃത്തുക്കളുടെ പേരൊന്ന് എഴുതോ? പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ തെളിയിച്ചു തരാണ്. നിങ്ങൾക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കാമെന്നുള്ള വഴി, സമ്പാദ്യം, ഗ്രോത്ത് മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. സാർ ഒന്നുകൂടി പറയോ, ഇടയ്ക്ക് നെറ്റ്വർക്ക് പോയി. ഒറ്റ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട 5 സുഹൃത്തുക്കളുടെ പേര് എഴുതുക. ആദ്യം പറഞ്ഞത് കേട്ടായിരുന്നല്ലോ അല്ലെ? നിങ്ങൾക്ക് വേണ്ട അടുത്ത വർഷം ജൂണില് നിങ്ങൾക്ക് വേണ്ട മാസത്തെ വരുമാനം എത്രയാണെന്നുള്ളത് എഴുതുക. രണ്ടാമത്തത്, നിങ്ങളുടെ 5 സുഹൃത്തുക്കളുടെ പേര് എഴുതുക. ഈ ഒരു കാര്യം ചെയ്തോളൂ, ആ 5 സുഹൃത്തുക്കളുടെ പേരിന് നേർക്ക് അവർക്ക് ഇപ്പോ കിട്ടുന്ന മാസ വരുമാനം എത്രയാണെന്ന് എഴുതുക. ഏകദേശം എത്ര രൂപ മാസം വരുമാനമുണ്ട്? നിങ്ങൾ സ്ഥിരമായി സംസാരിക്കുന്ന, ഇടപെടുന്ന ആളുകൾ ആരൊക്കെയാണ്? അവരോട് അവരുടെ മാസ വരുമാനം ഇപ്പൊ എത്രയാണെന്ന് എഴുതുക. എഴുതി കഴിഞ്ഞവർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ 5 പേരുടെ സമ്പാദ്യം മൊത്തം ഒന്ന് കൂട്ടുക. ഉദാഹരണങ്ങൾക്ക് ഒരാൾക്ക് 12,000, ഒരാൾക്ക് 15,000, ഒരാൾക്ക് 8,000, ഒരാൾക്ക് 0, ഒരാൾക്ക് 7,000 അതൊക്കെയാണെന്ന് വെച്ചോ. അതൊക്കെ പോലെ ഒന്ന് കൂട്ടുക. കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി, ഇതിനെ, ഈ കിട്ടിയ കാശിനെ 5 കൊണ്ട് ഹരിക്കുക. അതായത് ആവറേജ് കാണുക, 5 കൊണ്ട് ഹരിക്കുക. ഹരിച്ചിട്ട് ഒരു എമൗണ്ട് കിട്ടി അല്ലെ? ആ എമൗണ്ട് അവിടെ എഴുതുക.
ഇനി നിങ്ങൾ മുകളിൽ എഴുതിയ പൈസയും താഴെ എഴുതിയ പൈസയും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. മുകളിൽ എഴുതിയ പൈസയേക്കാൾ കൂടുതലാണ് നിങ്ങൾ താഴെ എഴുതിയ പൈസ എങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. നിങ്ങൾ മുകളിൽ എഴുതിയ പൈസ നിർബന്ധമായിട്ടും അടുത്ത വർഷം അച്ചീവ് ചെയ്തിരിക്കും. താഴെ എഴുതിയ പൈസ മുകളിൽ എഴുതിയ പൈസയേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് താഴെ എഴുതിയ പൈസ മാത്രമേ അടുത്ത വർഷം ഈ സമയം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഇരിക്കുന്ന സുഹൃത്തുക്കൾ അടുത്ത വർഷവും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഉണ്ടാവുക. യെസ്, ഉണ്ണിൻകുട്ടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറ് പേരെഴുതാൻ പറഞ്ഞു, അതിന്റെ താഴെ അവരുടെ വരുമാനം എഴുതാൻ പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ആ 5 വരുമാനം എഴുതിയിട്ടുണ്ടല്ലോ, ആ 5 വരുമാനം കൂടി ഒന്ന് കൂട്ടുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്തോ? അത് എഴുതി അപ്പൊ എമൗണ്ട് കിട്ടിയില്ലേ? അതിനെ 5 കൊണ്ട് ഹരിക്കുക. ഒരു ഏകദേശം എമൗണ്ട് കൂട്ടിയേക്ക് ഉണ്ണി. പണ്ട് പഠിച്ചതൊക്കെ പുറത്തേക്ക് വരട്ടെ. കാൽക്കുലേറ്റർ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കണം. തപ്പണത് കാൽക്കുലേറ്റർ എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എത്ര പേർക്ക് താഴെ ഉള്ളതിനേക്കാൾ കൂടുതൽ, ഉള്ളത് മുകളിലുള്ളതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് ചാറ്റിലേക്ക് ഇടുമോ? ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കൾ ആരാണെന്നുള്ളതിനെ ആശ്രയിച്ചിട്ടിരിക്കും നിങ്ങളുടെ അടുത്ത വർഷത്തെ ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ സമയത്തെ വരുമാനം. സീരിയസ്ലി, അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ. എന്റെ ചുറ്റുപാടും നിൽക്കുന്ന 5 പേരാണ് എന്റെ വരുമാനവും എന്റെ സമ്പാദ്യവും എന്റെ എന്താ പറയാ സമ്പാദ്യവും സ്വഭാവവും നിർണ്ണയിക്കുന്നത്. സമ്പാദ്യവും സ്വഭാവവും നിർണ്ണയിക്കുന്നത് എന്റെ ചുറ്റും നിൽക്കുന്ന 5 പേരാണ്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മളെ പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ പറയും, അമ്മമാര്, അച്ഛന്മാര്, രക്ഷിതാക്കൾ പറയും, നല്ല കൂട്ടുകെട്ടിൽ പോയി പെടണം, സ്കൂളിൽ പോയ നല്ല കൂട്ടുകെട്ട് വേണം എന്ന് പറയും അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കണം എന്താണ്? നമ്മുടെ സ്വഭാവം മാത്രം അല്ല, നിങ്ങളുടെ സമ്പാദ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനുള്ള അടുത്ത പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, മെയ്ക്ക് ഫ്രണ്ട്സ് ഹൂ ഈസ് ഹാവിങ് മണി. പണമുള്ള സുഹൃത്തുക്കളായിട്ട്, റിച്ച് ആയിട്ടുള്ള സുഹൃത്തുക്കളായിട്ട് കൂട്ടുകൂടുക, നിങ്ങൾ ഷെയർ ചെയ്യുക, ഐഡിയാസ് കൈകാര്യം ചെയ്യുക, എങ്കിൽ നിങ്ങളുടെ വരുമാനം കൂടിയിരിക്കും. പോയിന്റ് കിട്ടിയോ? ചിലരുടെ മുഖം കണ്ട എനിക്ക് മനസ്സിലാവും, ഇപ്പൊ ഉള്ളവരൊന്നും പുറത്താക്കാൻ പറ്റില്ല. ഒന്നിന്റെ ഭർത്താവാ, ഒന്നിന്റെ ഏട്ടനാ, എങ്ങനെ ഇവരൊക്കെ ഒഴിവാക്കാന്നപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ പറയണത് ഒഴിവാക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പുതിയ ആളുകൾ, നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾ കണക്ഷൻസ് വെക്കണം, നിർബന്ധമായിട്ട് കണക്ഷൻസ് വെക്കണം. എന്താ ഞാനിത് പറയാൻ കാരണം? ഇപ്പോ നമ്മുടെ 6 AM ക്ലബ് ഉണ്ട്, നമുക്ക് ബിസിനസ് കാറ്റലിസ്റ്റ് ഹബ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ജുഹൈന, സിന്ധുലത, പിന്നെ ഇവിടെ ഇരിക്കുന്ന ആരാ, പിന്നെ ഇക്ബാല് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്. ജുഹൈന സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായിട്ട് എടപ്പാളിരിക്കുന്ന ഒരു വീട്ടമ്മയാണ്. ജുഹൈനെ സംബന്ധിച്ചോളം കഴിഞ്ഞ വർഷത്തെ ജുഹൈനയും ഈ വർഷത്തെ ജുഹൈനയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ജുഹൈനയ്ക്ക് വന്ന ഒരേ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ജുഹൈന സംസാരിക്കുന്നത് വലിയ വലിയ ബിസിനസ്സുകാരായിട്ടാണ്. ജുഹൈന എടപ്പാളെന്ന് മാറിയിട്ടില്ല കേട്ടോ. ജുഹൈനയുടെ ഭർത്താവ് ഇപ്പോഴും അയ്യൂബ് തന്നെയാണ്, മക്കൾ ഇപ്പൊ തന്നെ അമ്മായിയമ്മയും അമ്മയൊക്കെ അത് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ജുഹൈന സ്ഥിരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, രാവിലെ 6 മണിക്ക് സംസാരിക്കുന്ന, 6 മണി മുതൽ 7 മണി വരെ സംസാരിക്കുന്ന ഒരു ആളുകളുണ്ട്, ഒരു 10, 30, 35 ആളുകളുണ്ട്. ഏകദേശം 50 ആളുകളുണ്ട്, 35 പേര് സ്ഥിരമായിട്ട് നമ്മുടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവരായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവരൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. ജുഹൈന തുടങ്ങിയത് ഒരു വലിയ ബിസിനസ്സുകാരിയായിട്ടൊന്നല്ല, വലിയ വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ജുഹൈനയ്ക്ക് ആ ഫീലിംഗ് മാറ്റമുണ്ട്. ജുഹൈനയുടെ കൾച്ചർ വരെ മാറിപ്പോയി, സമ്പാദ്യശീലങ്ങൾ മാറിപ്പോയി.
സംസാരിക്കുന്ന വിഷയങ്ങൾ മാറിപ്പോയി. പണ്ട് ജുഹൈന എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അടുത്ത വീട്ടിലെ ചേച്ചിയായിട്ടാണ്. ചേച്ചിയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. ആ ഇട്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താ സംസാരിക്കുന്നത്? നാട്ടുകാരുടെ കുറ്റാണ്. അപ്പുറത്തോളം ഒളിച്ചോടി പോയിത്രേ, ഓളിപ്പോ അങ്ങനെയാണ് ഇത്രേ, ഓളെ പറ്റി പോയാൽ കൊണ്ട് അവളെ ഒഴിവാക്കിയിട്ട് വന്നിരിക്കണു ഇത്രേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തനി എടപ്പാള് സംഭാഷണത്തിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. ആദവനായിട്ട് കാര്യമാണ്. ഇന്ന് പക്ഷെ ജുഹൈന സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത് എന്റെ ബിസിനസ്സിനെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, എനിക്ക് ഓൺലൈനായിട്ട് എങ്ങനെ ബിസിനസ് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടുകിട്ടാൻ പറ്റും, എനിക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് ഓട്ടോമാറ്റിക്കലി വരുമാനം വരും. ഇത് ഒറ്റ മാറ്റമാണ് ജുഹൈനയ്ക്ക് വന്നിരിക്കുന്നത്. ജുഹൈന സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ ബിസിനസ്സുകാരായിട്ടാണ്. ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിലർ പറയും ഓ ഇതിപ്പോ കൂടിയിട്ട് എന്താ കാര്യമുള്ളത്, അല്ലെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. അങ്ങനെയല്ല, ഇത് കൂടുമ്പോൾ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരും. ആ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിനെ, നമ്മുടെ മനസ്സിനെ അത് വല്ലാത്ത രീതിയിൽ അത് മാറ്റിയെടുക്കും. ജുഹൈനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാറ് പറഞ്ഞ ശരിയാണ്. അത് മാത്രമേ പറയുള്ളൂ. എന്നാ ഞാൻ അടുത്ത ടോപ്പിക്ക് പോയിക്കോട്ടെ. നിങ്ങളുടെ എന്താ പറ അല്ല സാറ് പറഞ്ഞ ഇത്രേ ഉള്ളൂ. മാറ്റൊക്കെ ജുഹൈന മാത്രമല്ല നിങ്ങൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലുള്ള കമ്മ്യൂണിറ്റികളിൽ മെമ്പർ ആവണം, ഇടപഴകണം, ആളുകളോട് സംസാരിക്കണം. ഇപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടേണ് ആളുകൾ 9 മണിക്ക് ശ്രീജിത്ത് വരും, അത് കഴിഞ്ഞ് തുടങ്ങുമ്പോഴേക്ക് ഒരു 5 മിനിറ്റ് ആവും, അപ്പൊ ജോയിൻ ചെയ്യാന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് 9 മണിക്ക് ഈ ലിങ്ക് 8:50 ഈ ലിങ്ക് ഓപ്പൺ ആവും ഈ സൂമിന്റെ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെടണം, ഇടപഴകണം, അവരെന്താണ് ചോദിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് കാശ് കൊടുക്കണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് പങ്കുവെക്കണം, സംസാരിക്കണം, ഇടപഴകണം. നോക്കിയൊക്കെ ഈ ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? കൺസിസ്റ്റൻസിയാണ്. ഉണ്ണിയൻകുട്ടി ഇന്നലെ നമുക്ക് ഈ സമയത്ത് 65 പേരുണ്ടായിരുന്നു നമ്മുടെ ഈ ക്ലാസ്സിൽ, ഇന്ന് 42 പേരേ ഉള്ളൂ. എന്താ കാരണം അറിയോ? ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അവൻ ഇന്നലെ 2 ദിവസം കണ്ടില്ല, ഇനിയിപ്പോ ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമൊന്നുമില്ല, കൺസിസ്റ്റൻസി ഇല്ല. സ്ഥിരമായിട്ട് ഒരു കാര്യം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ തമാശയ്ക്ക് പറയും, ഒരു മഴു എടുത്തിട്ട് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് വെട്ടിക്കഴിഞ്ഞാലേ ആ മരം മുറിയുള്ളൂ. നിങ്ങൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഞാൻ 3 വർഷം 4 വർഷം കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരുന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഏത് കാര്യവും ബിസിനസ്സായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്റെ അടുത്ത് എന്തെങ്കിലും പുസ്തകങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ ചില പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ആ പോയിന്റിൽ സംസാരിക്കുന്നു, അത് നമ്മൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യും. എങ്ങനെ വരുന്നത്? എന്റെ പണി അതാണ്. സോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ യു ഹാവ് ടു മേക്ക് ഫ്രണ്ട്ഷിപ്പ് ഓർ യു ഹാവ് ടു മേക്ക് നെറ്റ്വർക്ക് വിത്ത് ബിസിനസ് പീപ്പിൾ. 1 കോടി രൂപയുടെ കച്ചവടം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ 1 കോടി രൂപയുടെ കച്ചവടം ഉണ്ടാക്കുന്ന 5 ആളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. അവരായിട്ട് സംസാരിക്കുക. അവർ സംസാരിക്കുമ്പോൾ എന്താ പറയുകയോ, അവരെങ്ങനെയാണ് 1 കോടി രൂപ ഉണ്ടാക്കിയത്, 1 രൂപയുടെ കച്ചവടം എങ്ങനെ ഉണ്ടാക്കി, അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അപ്പൊ നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അവരായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ അവർ പറഞ്ഞു തരും ഇങ്ങോട്ട്, ഇതിങ്ങനെയല്ല അങ്ങനെയല്ല. ആ സമയത്ത് നമ്മൾ വൈകുന്നേരം 5 മണിക്ക് 8 മണിക്ക് 7 മണിക്ക് വീട്ടിൽ കയറിയില്ലെങ്കിൽ ഭാര്യ ചീത്ത പറയും. അങ്ങനത്തെ സ്വഭാവം. സീരിയൽ കണ്ടില്ലെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താ പറയാ, ബാക്കിയുള്ള എല്ലാ കാര്യം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സിനിമ കാണാതിരുന്ന പ്രശ്നമാണ്, ആഘോഷങ്ങൾ നടത്തിയില്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതുപോലത്തെ ബിസിനസ് നെറ്റ്വർക്കുകൾക്കാണ്. ഞാനിത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എവിടെ എന്റെ അടുത്ത് നെറ്റ്വർക്ക് ഉണ്ടാക്കണമെന്നും പറയുന്നില്ല. ഒരുപാട് നെറ്റ്വർക്കിംഗ് സിസ്റ്റങ്ങൾ ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അത് BNI പോലുള്ള, KBN പോലുള്ള ഒരുപാടെണ്ണം. ഇപ്പൊ എന്താ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയോ? മറ്റേ അലുമിനി, പണ്ട് 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവരൊക്കെ പാടെ കൂടിയിട്ട് ഗ്രൂപ്പിൽ ഇരുന്നിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെല്ലാവരും കച്ചവടക്കാരാണ്, അത്യാവശ്യം നല്ല വരുമാനം ഉള്ളവരാണെങ്കിൽ, നല്ല സ്വഭാവക്കാരാണെങ്കിൽ നിങ്ങൾ കൂടിക്കോ, കുഴപ്പമൊന്നുമില്ല. മറിച്ച് എല്ലാവരും കൂടിയിരുന്നത് പണ്ടേ നമ്മൾ ആ മാവിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെ ചെയ്തതാ, കല്ലെറിഞ്ഞതാ, മാങ്ങ വെട്ടിയതാ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് ചീത്ത വിളിച്ചതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമില്ല. പാസ്റ്റിൽ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. പാസ്റ്റിൽ ജീവിച്ചാൽ കുറെ സങ്കടങ്ങൾ ഉണ്ടാവും,
ദുഃഖങ്ങൾ ഉണ്ടാവും, സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാവും. ഇതൊന്നും നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നതല്ല. നിങ്ങൾക്ക് പാസ്റ്റിൽ പറ്റിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇന്നലെ പറ്റിയ തെറ്റുകളെ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ട് അതിൽ നിന്ന് പഠിക്കുക. ഇനി അതൊരിക്കലും ആവർത്തിക്കരുത്. ഇനി ഒരിക്കലും അത് ആവർത്തിക്കരുത്. ഇത് നാളത്തേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഇന്ന് ജീവിക്കണം. നമ്മൾ എന്താ ചെയ്യണം അറിയോ? ഇന്നലകളിൽ ജീവിക്കും. അലുമിനി അസോസിയേഷൻ ഇന്നലകളിൽ ജീവിക്കും. നാളത്തെ കുറിച്ച് ഓർത്ത് ഇന്ന് ടെൻഷൻ അടിക്കും. ഇന്ന് നാളെ പഠിക്കാൻ തീരുമാനിക്കും. അല്ലേ? എന്താണോ ചെയ്യേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇന്നലകളിൽ പോയിട്ട് ജീവിക്കും. ഇവിടെ പണ്ട് ഒപ്പം പഠിച്ചവര് മറ്റേ അസോസിയേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ പണ്ടത്തെ സ്കൂളിൽ. അപ്പൊ അവരോട് ഇരുന്നിട്ട് സൊല്ലുക, കഥ പറയുക, കൂട്ടുകാരോട് ഇരുന്നിട്ട് കഥ പറയുക, അല്ലെങ്കിൽ പഴയ കൂട്ടുകാരൊക്കെ പടിരുന്നിട്ട് ഇത് പറയുക, നൊസ്റ്റാൾജിയ, അങ്ങനത്തെ സിനിമകളും പാട്ടുകളും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക, അത് പറയുന്ന അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന പഴയ ആളുകളുടെ പ്രസംഗങ്ങൾ പ്രതികൃതി കേൾക്കുക, എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണീർ ഒഴുക്കുക. പറയാം, പഴയ ലൈഫിൽ പഴയ കാലത്ത് ജീവിക്കുക പാടില്ല. പഴയ കാലത്ത് നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ പഠിക്കുക. ബൈജു കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്ന് കരുതുക. എന്തുകൊണ്ട് എനിക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല? ഇന്ന ആൾക്കാർ പെർഫോം ചെയ്തില്ല. എനിക്ക് 3000 പേര് ടീം അംഗങ്ങളുണ്ട്. ഈ 3000 പേര് എനിക്ക് ഇന്ന ആൾക്കാർ ഇന്ന സെക്ടറിലുള്ള ആൾക്കാർ വർക്ക് ചെയ്തില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തു ഇത്ര പെർസെന്റേജ് ബിസിനസ് അവിടെ നിന്നായിരുന്നു, പക്ഷെ വന്നത് ഇത്ര പെർസെന്റേജ് ആയിരുന്നു. സോ ഐ ഹാവ് ടു ലേൺ ഫ്രം ദിസ്. ഇതിൽ നിന്ന് എനിക്ക് പഠിക്കണം, എനിക്ക് അവിടെ പ്രയോഗിക്കണം, അവരെ ഈ മാസം അത് ചെയ്യിപ്പിക്കണം. ഇതായിരിക്കണം ഒരു ബിസിനസ്സുകാരന്റെ ശക്തി. നിങ്ങൾ ബിസിനസ് ഇങ്ങനെ വളർത്താനാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ എന്താണോ സംഭവം അതിൽ നിന്ന് പഠിക്കണം. അവിടെ അയ്യോ മോശമാണ്, മാർക്കറ്റൊക്കെ ഭയങ്കര ഡൗൺ ആണ്, കുറെ കാലമായിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുകയല്ല. ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്ന് ഞാൻ ഇതൊക്കെ ചെയ്യണം, ഇന്നലകളുടെ തെറ്റുകളിൽ നിന്ന് ഇന്ന് ചെയ്യണം. ഇത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇത് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരു ബിസിനസ്സുകാരനും വിജയിക്കില്ല. മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ബിസിനസ്സുകാരനും വിജയിക്കില്ല. ഈ മാസം എത്ര രൂപയുടെ കച്ചവടം ഉണ്ടാക്കണമെന്ന് എഴുതി വെക്കാത്ത, മനസ്സിലാക്കാത്ത, പ്ലാൻ ഇല്ലാത്ത ഒരു കച്ചവടക്കാരനും വിജയിക്കില്ല. അവന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യില്ല. അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ ലോട്ടറി അടിക്കണ പോലെയാണ്. ഭാഗ്യം എന്ന് പറയുന്നത് മാത്രമാണ്. ബിസിനസ് ഭാഗ്യത്തിന്റെ പുറത്തല്ല, ബിസിനസ് എഫേർട്ടിന്റെ പുറത്താണ്. നിങ്ങൾ ഇടുന്ന എഫേർട്ടിനുള്ള റിസൾട്ടേ കിട്ടുള്ളൂ. അത് പടച്ചോൻ തരുന്നതാണെങ്കിലും വേണ്ടില്ല, സംഭവിക്കുന്നതാണെങ്കിലും വേണ്ടില്ല. ഇടുന്ന റിസൾട്ടിന് എഫേർട്ടിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അത് ഇടണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. വെരി സീരിയസ്. ഉണ്ടോ? എത്ര പേർക്ക് ഈ ബിസിനസിന്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് പോകുന്നുണ്ട്? ഒന്ന് ചാറ്റിലേക്ക് ഇട്ടേ. ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് യെസ് എന്നിട്ടെ, ചെയ്യാത്തവർ നോ എന്നിട്ടെ. വരട്ടെ 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 വരട്ടെ. യെസ് യെസ് യെസ്. ഒരു യെസ് വന്നു, 2 നോ നോ. യെസ് യെസ് നോ നോ. യെസ് നോ നോ. യെസ് യെസ്. പലർക്കും അത് യെസ് നോ ഇടാനും പേടിയാ. കാരണം നോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊരു തോന്നല് കൂടി ഉണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ, ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ലക്ഷ്യം നിർബന്ധമാണ്. ക്ലിയർ ആണോ? അത് എന്ത് തന്നെ വന്നാലും നിങ്ങൾ അത് എഴുതി വെക്കണം. നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ, സ്ത്രീകളോടാണ്, പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതൊരു സുന്ദരിയായിട്ടുള്ള, സുന്ദരനായിട്ടുള്ള, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്, അതുപോലത്തെ കുട്ടിയാണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു സംശയമില്ല. കല്യാണം കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ്,
നിങ്ങൾക്കൊരു ചെക്കനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെണ്ണിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നോ അങ്ങനത്തെവരെ കിട്ടുക. എനിക്ക് ഇനിയിപ്പോ വല്ല കള്ളുടിയന്മാരെയും കിട്ടുമോ എന്ന് ഡൗട്ട് ചെയ്താൽ പിന്നെ കള്ളുടിയന്മാരെ, നിങ്ങൾ വല്ല മോശക്കാരെ കിട്ടുമോ എന്ന് ഡൗട്ട് ചെയ്താൽ തീർന്നു, പിന്നെ അങ്ങനത്തെ കിട്ടുള്ളൂ. ഡൗട്ട് യു മസ്റ്റ് ഹാവ് എ ടാലന്റ്. മനസ്സിലായോ? അപ്പോ ഗ്രോത്ത് മൈൻഡ് സെറ്റിനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ കൂടി അതിന്റെ ഒപ്പം പറയാനുണ്ട്, കുറച്ച് പോയിന്റുകളായിട്ട് പറയാനുണ്ട്. നമുക്ക് അടി കൂടിയാലാണ്, ഫൈറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ള ചിന്തയ്ക്ക് പകരം ഇത് മുഴുവൻ എനിക്ക് കിട്ടുമെന്നുള്ള ഒരു ചിന്തയുള്ള ആൾക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ വിജയത്തിനെ അസൂയയോടെ നോക്കിക്കാണാതെ അതുകൂടി നമ്മൾ എന്താ പറയുക, നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. മറ്റുള്ളവന്റെ നഷ്ടമാണ് എന്റെ ലാഭം, അല്ലെങ്കിൽ എന്റെ നഷ്ടമാണ് മറ്റുള്ളവന്റെ ലാഭം എന്ന് ചിന്തിക്കാണ്ട് ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ, അവനും വിജയിക്കണം എനിക്കും വിജയിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ബിസിനസ്സുകാരന് നല്ല രീതിയിൽ വളരാൻ പറ്റും. അതായത് മറ്റവന്റെ കച്ചവടക്കാരനെ മുഴുവൻ കസ്റ്റമറെ മുഴുവൻ ഇവിടെ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഒരു ബിസിനസ്സുകാരന് സ്വന്തമായിട്ട് വളരാൻ പറ്റില്ല. അവൻ അപ്പുറത്തെ കടയിൽ കസ്റ്റമർ വരുന്നു, അവരെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ത് ചെയ്യും? ഓയ്യോ അവനൊക്കെ ഒരുപാട് കസ്റ്റമർ ഉണ്ട്, എനിക്കെന്താ അത് വരാത്ത? ഇങ്ങനത്തെ ചിന്ത പാടില്ല. അവനും ഉണ്ടാവണം എനിക്കും ഉണ്ടാവണം. ഈ ഒരു ചിന്ത നിങ്ങൾ കൊണ്ടുവന്ന് നോക്ക്, ഡെഫിനറ്റ്ലി അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റാ. നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കും. നിങ്ങളെ ഒരിക്കലും ഞാൻ ഭയങ്കര തിരക്കാണ്, എനിക്കൊന്നിനും സമയമില്ല. ഇപ്പൊ ഈ പറഞ്ഞ 60-65 പേര് ഇന്നലെ വന്നെന്ന് വരാത്ത ആൾക്കാരെന്തറിയോ അവർ പറയുന്നറിയോ? മഴയാണ്, നെറ്റൊക്കെ ഭയങ്കര പ്രോബ്ലം ആണ്, അതുകൊണ്ട് ഞാൻ വന്നില്ല എന്നാ പറയുന്നത്. എനിക്ക് ഈ സൂമിന്റെ ലിസ്റ്റ് നോക്കി എനിക്ക് അറിയാൻ പറ്റും ആര് ഏതൊക്കെ സമയത്ത് ജോയിൻ ചെയ്തു, എത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു, ഏതൊക്കെ കട്ടായി പോയിട്ട് തിരിച്ചു വന്ന് കയറിയിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് ഇവിടെ ഇരുന്നാൽ മനസ്സിലാവും. ഞാൻ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ആളാണ്. ബൈജു എത്ര സമയം വീഡിയോ ഓണാക്കി, എത്ര സമയം വീഡിയോ ഓഫാക്കി എന്ന് എനിക്ക് മനസ്സിലാവും. സൂം അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റി തരുന്നുണ്ട്. ഏത് സമയത്താണ് വന്ന് ജോയിൻ ചെയ്ത്, ആദ്യം ആരെന്ന് ജോയിൻ ചെയ്തെന്നറിയോ? അത് അനീഷ് മാധവനാണ്. അനീഷ് മാധവൻ ജോയിൻ ചെയ്ത് എത്ര മണിക്കാണെന്നറിയോ? 8:57 എനിക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞിരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അതുകൊണ്ട് വരാത്തവരുണ്ടല്ലോ, അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതുപോലത്തെ ഒരു ചാൻസ് നിങ്ങൾക്ക് ഒരു ട്രെയിനറും തരാൻ പോകുന്നില്ല. എന്നെ ഒരു 5 ട്രെയിനറേയിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കോമ്പറ്റേറ്റർ എന്ന് അല്ലെങ്കിൽ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പല രീതിയിലുള്ള ആൾക്കാർ, തനിക്ക് പ്രാന്താണോ 10-21 ദിവസം ഫ്രീ ആയിട്ട് ബിസിനസ് ട്രെയിനിങ് കൊടുക്കാന്നുള്ളത്? ഇതിന് ഏറ്റവും മിനിമം 50,000 രൂപ ചാർജ് ചെയ്യാവുന്ന സാധനമാണ് താൻ 21 ദിവസം കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. കഴിഞ്ഞ വർഷം കൊടുത്തു, ഞങ്ങൾ ക്ഷമിച്ചു, ഈ വർഷം താൻ കൊടുക്കാമെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ ബാബു, എന്നെ സംബന്ധിച്ചോളം എനിക്ക് എല്ലാവരും വളരണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വിജയിക്കണം, നിങ്ങൾ വിജയിക്കണം, എന്നാലേ എനിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് മൈ പോളിസി. അത് എന്റെ മൈൻഡ് സെറ്റ് ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പലർക്കും ചിലപ്പോൾ 1000-500 എടുക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തവരുണ്ടായിരിക്കും. അവര് ഇത് പഠിക്കണം, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. നിങ്ങളൊരു കമ്പനി തുടങ്ങുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, ഒരു ഓഫീസ് എടുക്കാൻ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തണമെന്ന് പറഞ്ഞ് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളൊരു എംപ്ലോയി എടുക്കാൻ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾ ചിലപ്പോ ഓഫീസിലേക്കുള്ള ഒരു ക്ലീനിങ് മെറ്റീരിയൽ വാങ്ങാൻ വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, വേണ്ടേ? അതിലും അപ്പുറത്തൊരു ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ എന്നിൽ തരേണ്ടത്. നിങ്ങളുടെ സമയം. ഇവിടെ ഞാൻ പൈസ മേടിക്കുന്നില്ല, പോട്ടെ, നിങ്ങളുടെ സമയം. നാളെ ചാർജ് ചെയ്യുന്ന പരിപാടികളുണ്ട് നമുക്ക്. രാവിലെ 6 മണിക്ക് ആ 6 AM ക്ലബ്ബ്, ബിസിനസ് കാറ്റലിസ്റ്റ് ക്ലബ്ബ്, ആളുകൾക്ക് 25,000 രൂപ ചാർജ് ചെയ്തിട്ടാണ് ഓരോരുത്തർ വന്ന് പഠിക്കുന്നത്. ദാറ്റ് ഈസ് ദെയർ ഇൻവെസ്റ്റ്മെന്റ്. അവരവരുടെ ബിസിനസ് വളർത്താൻ വന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. 6 മണിക്ക് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എത്രയോ പേര് മാറി നിന്നിട്ടുണ്ട്. മാസം 1,500-2,000 രൂപ എടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് ആ 2,000-ന് 4 കുഴിമന്തി മേടിച്ച് കഴിക്കുന്ന ആളുകളെ എനിക്കറിയാം. They are not able to they are not able to invest money in their business. നിങ്ങൾ ആ 2,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ 2,000 20,000 ആയിട്ട് മാറും. 10 ഇരട്ടി ഞാൻ ഓഫറാണ് ഏറ്റവും മിനിമം.
10 ഇരട്ടിയല്ല, 100 ഇരട്ടി ഞാൻ തരും നിങ്ങൾക്ക് ബിസിനസ് തരും. യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം, യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ മണി ഇൻ ബിസിനസ്, നോളേജ് ഡെവലപ്മെന്റ്, ലേണിംഗ്, then you will be having growth mindset. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എനിക്കുണ്ടൊരു BC-യും AD-യും. BC എന്താണ്? ബിഫോർ ക്രൈസ്റ്റും അന്നാ ഡോമിനി, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചോളം ബിഫോർ കൊറോണയും ആഫ്റ്റർ ഡാർക്കും, കൊറോണയ്ക്ക് ശേഷമുള്ള ഇരുട്ട്, ആ ഇരുട്ടിന് ശേഷമുള്ള ജീവിതവും എനിക്കുണ്ട്. ബിഫോർ കൊറോണയ്ക്ക് മുന്നേ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒന്നും ഇല്ലാണ്ട് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ആയിട്ട് അന്നന്നത്തെ പൈസയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന് പല എന്താ പറയുക, കിട്ടുന്ന ശമ്പളം മാസം വലിയ ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. ശമ്പളമൊക്കെ മാസം 10-ാം തീയതി ആകുമ്പോഴൊക്കെ തീർന്ന് ലോണിനെ കുറിച്ച് EMI-യെ കുറിച്ച് ടെൻഷൻ അടിച്ച് ആൾക്കാരുടെ കടത്തിനെ കുറിച്ച് സംശയിച്ച് ഇവിടുന്ന് കടം മേടിച്ച് അവിടെ കൊടുത്ത് ഇങ്ങനെ ജീവിച്ചൊരു ശ്രീജിത്ത് കേസ് ഉണ്ടായിരുന്നു ബിഫോർ കൊറോണ, 2020-ന് മുന്നേ. 2020 ശേഷം, കൊറോണയ്ക്ക് ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വരുമാനത്തില് 5 പൈസ ഇല്ലാക്കുന്ന സമയത്ത്, ജോലി പോലും പ്രോപ്പർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ബിസിനസ്സിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങി പഠിക്കാൻ ആരംഭിച്ചു. എല്ലാ ദിവസവും 4:30 മണിക്ക്, 9 മണിക്ക് എഴുന്നേക്കാറുള്ളൂ സാധാരണ. ആള് 4:30 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങി, 5 മണിക്ക്. അത് സ്ഥിരമായി. ഇന്ന് 4:30 മണിക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല രാവിലെ. എല്ലാ ദിവസവും ഞാൻ എഴുന്നേക്കും. മൺഡേ ആണോ സൺഡേ ആണോ, ദാറ്റ് ഈസ് മൈ ഇൻവെസ്റ്റ്മെന്റ്. എന്റെ സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ആ സമയം ആൾക്കാർ പറയും കുറച്ചു നേരം കൂടി കടന്നുറങ്ങണം, ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്, ഒരു സിനിമ കാണാം. ഇല്ല, വായന, പഠിത്തം, ലേണിംഗ്, ആളുകളോടുള്ള നെറ്റ്വർക്കിംഗ്. ഇപ്പൊ ഇത് കഴിഞ്ഞ് ഇന്നലെ 10 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടക്കുന്നത് 12:30 മണിക്കാണ്. ഞാൻ നേരെ പോയത് നമ്മുടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു വലയുണ്ട് അവിടെ, കുറച്ച് ബിസിനസ്സുകാര് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കും. ഞങ്ങൾ ഇവിടെ, ഞാൻ ബാംഗ്ലൂരാണ്, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഒരു മലയാളി കടയുണ്ട്, ചായക്കട. അവിടെ പോയിട്ട് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിരിക്കും. ഇന്നലത്തെ ഡിസ്കഷൻ എന്തായിരുന്നു അറിയും? ബിസ്മിയെ റിലയൻസ് വാങ്ങിയ സ്ട്രാറ്റജി, മൈജിയെ റിലയൻസ് വില പറഞ്ഞ സ്ട്രാറ്റജി, 10ഓളം കമ്പനികളെ, മെഡിക്കൽ കമ്പനികളെ റിലയൻസ് വാങ്ങിയ സ്ട്രാറ്റജി, റിലയൻസിന്റെ കടം, വിജയമല്യയുടെ കടം, ഇതൊക്കെ ഡിസ്കഷൻ. അല്ലാണ്ട് എന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ എന്താ പറയണത്, എന്റെ കുട്ടികളിപ്പോ എവിടെയാണ്, ഇപ്പൊ എന്തൊക്കെ ചെയ്യണത്, ഇതല്ല. മറ്റവന്റെ ഭാര്യയ്ക്ക് എന്തൊക്കെ അവിഹിതം ഉണ്ട് ഇത്ര കേട്ടോ, ഓനിപ്പോ ഏതൊക്കെ പെണ്ണുങ്ങളുടെ പിന്നാലെയാണ് ഇത്ര, ഇതൊന്നുമല്ല ബിസിനസ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ 14 വർഷം നിന്ന ആളഞ്ഞ, ആ 14 വർഷത്തിൽ നിന്ന് ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നപ്പോ എന്റെ ജീവിതം മാറിയതിന് പ്രധാനപ്പെട്ട കാരണം എന്റെ നെറ്റ്വർക്ക് ഞാൻ മാറ്റിയതാണ്, എന്റെ ലേണിംഗ് ഞാൻ കൂട്ടിയതാണ്. കഴിഞ്ഞ 300 ദിവസം ഞങ്ങളുടെ രാവിലത്തെ 6 മണിയുടെ ക്ലാസ് നമ്മുടെ സെയ്ദ് മുഹമ്മദ് സയ്യിദ് കേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. ബാബു സാറ് എനിക്ക് 2-3 വട്ടം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, കുറച്ച് പേരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മനോജേട്ടനൊക്കെ കുറെ കാലം ഉണ്ടായിരുന്നു. രാവിലത്തെ സമയം കഴിഞ്ഞ 300-320 ദിവസം സൂം ഓഫ് ആയിട്ടില്ല. അതിലത്തെ റെഗുലർ സ്റ്റുഡൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്, ജുഹൈനയും ചിത്തുലതി. ഒരു ദിവസം മുടങ്ങിയിട്ടില്ല. അവർ രണ്ടുപേരും വീട്ടമ്മമാരാ, മക്കളുണ്ട്, ഭർത്താവുണ്ട്. ഇവരുടെ കാര്യങ്ങൾ, കുടുംബത്തിലെ കാര്യങ്ങൾ മൊത്തം നോക്കണം. They are ready to learn. Seriously. CEO mindset, ക്യാപ്റ്റൻ മൈൻഡ്സെറ്റ്, ബിസിനസ്സുകാരന്റെ മൈൻഡ്സെറ്റ്. യു മസ്റ്റ് ഹാവ് എ മൈൻഡ് സെറ്റ് ഓഫ് ലേണിംഗ്. പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. എന്തപ്പത്ര പഠിക്കാനുള്ളത്? യൂസഫ് അലി പഠിച്ചിട്ടല്ലല്ലോ ബിസിനസ് ചെയ്യുന്നത്. ആ കച്ചവടത്തിലൊന്നും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഞാനൊക്കെ എത്ര കാലമായിട്ട് കച്ചവടം ചെയ്യണതാണെന്നറിയോ? ഇന്നലെ ഞാനൊരു കഥ പറഞ്ഞില്ലേ, മറ്റേ ബ്രേസിയറിന്റെ ഇന്നർവെയറിന്റെ കഥ പറഞ്ഞില്ലേ, അതുപോലെ ആയിരിക്കും ട്രഡീഷണൽ വേ ഓഫ് ബിസിനസ്സിൽ സ്റ്റക്കായിട്ട് നിന്നിട്ട് മാർക്കറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ബിസിനസ്സുകാർ ഇവിടെയുണ്ട്. ഞാൻ എന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങിയോ, അല്ലെങ്കിൽ എന്ന് മാർക്കറ്റ് കാണാൻ ഇറങ്ങിയോ, അന്ന് തൊട്ട് കേൾക്കുന്നതാണ്. 2008 എന്താ പറയാ, റിസഷൻ വന്ന തൊട്ട് ഞാൻ കേൾക്കുന്നതാണ്. എന്താ അറിയോ? മാർക്കറ്റ് ഡൗണാ, മാർക്കറ്റ് ഡൗണാ, മാർക്കറ്റ് ഡൗൺ. മറ്റേ 2018 നോട്ട് നിരോധിച്ചപ്പോഴും പറഞ്ഞു നോട്ട് നിരോധനം കാരണം മാർക്കറ്റ് ഡൗണാ, മാർക്കറ്റ് ഡൗണാ. എന്നിട്ട് ആരെങ്കിലും ബിസിനസ് നിർത്തിയിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല, മാർക്കറ്റ് ഡൗണാന്ന് പറഞ്ഞ് നിർത്തിപ്പോയോ?
ഒരാൾ നിർത്തിയിട്ടില്ല. പൊട്ടിയിട്ടുണ്ട്, ബിസിനസ് പൊട്ടിയിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? ഈ മാർക്കറ്റില് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുവരെ കാശ് കൊണ്ട് ഡീൽ ചെയ്ത് 2018 നവംബർ 8 വരെ, നവംബർ 6 എത്രയെന്ന് 8 വരെ ഈ കാശ് കൊണ്ട് ഡീൽ ചെയ്തിരുന്ന പിറ്റേ ദിവസം ചെയ്തുകൊണ്ടിരുന്നത് ഇന്റർനെറ്റ് വഴി, ഗൂഗിൾ പേ വഴിയാണ്. ഇന്ന് എല്ലാവർക്കും ഗൂഗിൾ പേ ഇല്ലേ? നമ്മൾ അന്ന് വിചാരിച്ചിട്ടുണ്ടോ സാധാരണ ഒരു തട്ടുകടക്കാരൻ റോഡ് സൈഡിൽ മറ്റേ സ്ട്രീറ്റ് വെണ്ടർ ഒരു ഗൂഗിൾ പേയുടെ മറ്റേ QR കോഡ് വെച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? സ്വപ്നം കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കൊരു കഥ അറിയോ? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പല ഓട്ടോറിക്ഷക്കാരും, ഞാൻ ഈ പാലക്കാട് പോയി ഇറങ്ങുമ്പോൾ, അനീഷ് പാലക്കാട് പോയിട്ട് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്റെ വൈഫ് ഹൗസ് ഒരു ജൈനി മേടം ഒന്നാമ്പതറ ഒരു 10-40-50 രൂപയുടെ ഓട്ടോ ഉള്ളൂ. ഞാൻ മിക്കവാറും എന്റെ പേഴ്സിൽ കാശൊന്നും വെക്കാറില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല, കാശായിട്ട് വെക്കാറുണ്ട്. ഞാൻ രാവിലെ ചിലപ്പോൾ നടക്കേണ്ടി വരും ഈ പറഞ്ഞ 2 കിലോമീറ്റർ എന്റെ ബാഗും പിടിച്ച്. കാരണം എന്താ അറിയോ? ഓട്ടോക്കാരുടെ അടുത്തൊന്നും GPay ഇല്ല, ഗൂഗിൾ പേ ഇല്ല. അപ്പൊ ഒരു ദിവസം ഞാൻ മനഃപൂർവ്വം ഒരു 100 രൂപ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വെച്ചിട്ടാണ് പോയത്. ട്രെയിനിൽ പോയ ദിവസം ഞാൻ അവിടെ ചെന്നിട്ട് ആളെ വിളിച്ച് കയറിയിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഓട്ടം? വളരെ മോശമാണ്. വില 10-100 വന്നാ വന്നു, എങ്ങനെ വരിക? അവന്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല. ഗൂഗിൾ പേ വന്ന എന്താ പ്രശ്നം? അയ്യോ സാർ, അത് ബാങ്കുകൾ നോട്ട് ചെയ്യണ്ടേ, ടാക്സ് അടക്കേണ്ടി വരും. വെറുതെ കാലത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ നിങ്ങളുടെ കയ്യിലുണ്ടാവണം, QR കോഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ട്രെൻഡിനനുസരിച്ചിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റണം. അതിനെന്ത് ചെയ്യണം? പഠിക്കണം. നിങ്ങൾക്കൊരു ഡിസൈൻ ഉണ്ടാക്കാൻ, ആർക്കൊക്കെ ഡിസൈൻ ഉണ്ടാക്കാൻ അറിയാം ഇവിടെ? സ്വന്തമായിട്ട് പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയാം? ക്യാൻവ എന്ന് പറയുന്ന ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ടിന് ഇത് കിട്ടുന്ന ക്യാൻവ പഠിച്ചാൽ നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കാം. നിങ്ങളുടെ തല, ഞാൻ വെക്കാറില്ല എന്റെ തല, എന്റെ ഫിഗർ, നിങ്ങളതുപോലെ ചെയ്യാം. ആളുകൾക്ക് അതാണ് താല്പര്യം. ഇപ്പോ പണ്ട് കാലത്ത് നിങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്താണ് പരസ്യത്തിന് വേണ്ടി ചെയ്തിരുന്നത്? പണ്ട് ആളുകൾ ഇങ്ങോട്ട് വരുമായിരുന്നു, ഇന്ന് അവരെ കൊണ്ടുവരണം. സെയിൽസിന്റെ ഉത്തമ മാതൃക എന്താണെന്നറിയോ? പണ്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ലെറ്റ കസ്റ്റമർ ബൈറ്റ്, കസ്റ്റമർ വാങ്ങട്ടെ എന്നാണ്. അവനെ വാങ്ങിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ഡിസൈൻ കാണിക്കണം, വീഡിയോ കാണിക്കണം. ഇപ്പൊ പുതിയ സംഭവം കണ്ടോ? AI വെച്ചിട്ടാണ് വീഡിയോ വരുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ. നിങ്ങളുടെ ഷോപ്പിന് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ സാധിക്കുന്നുണ്ടോ? സാദിഖിനെ പോലുള്ള വീഡിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, അഡ്വർടൈസ്മെന്റ് കമ്പനീസിന് പണിയില്ലാണ്ടിരിക്കുക. എന്താ? വീഡിയോ ഒന്നും എടുക്കണ്ട, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ. ഇന്ന് ഞാനൊരു തമാശയ്ക്ക് ഒരു വീഡിയോ കണ്ടു. എന്താ അറിയോ? കുഴിമന്തിയിൽ ചെസ്റ്റ് കൊടുക്കാത്ത കുഴിമന്തിയിൽ കാല് കൊടുക്കാത്തതിന്, ചിക്കന്റെ കാല് കൊടുക്കാത്തതിന് സമരം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ നോക്കിയത് എന്ത് സംഭവം? ഫുള്ള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാ. ആങ്കർ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഓരോ ആൾക്കാർ ഉത്തരം പറയുന്നു, സമരം എടുത്തുന്നു, സമരക്കാരക്കാർ കോഴിമന്തിയുടെ ഫോട്ടോ വെച്ച് നടക്കുന്നു. എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാ. വീഡിയോ ഭയങ്കര വൈറലാണ്. വീഡിയോ വിത്ത് സൗണ്ടായി. അതെ, നാളെ ചിലപ്പോൾ നിങ്ങൾ എന്നെ ആയിരിക്കില്ല കാണില്ല. ഞാൻ എന്ത് ചെയ്യറിയോ? ഞാൻ കണ്ടന്റ് കൊടുത്ത് മലയാളത്തിൽ വെച്ചിട്ട് ഞാൻ പോകും. ശ്രീജിത്ത് കേസറെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ട് ക്ലാസ് എടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, ജുഹൈന എന്താണ് അഭിപ്രായം, ഉണ്ണിൻകുട്ടി പറയൂ എന്നൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ ക്ലാസ് എടുക്കും. ഞാൻ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അതുപോലെ. നിങ്ങൾക്ക് മനസ്സിലാവുക പോലും ഇല്ല. ഇത് മനസ്സിലാക്കണം. ഇത് എന്ത് ചെയ്യണം? ഞാൻ പണ്ട് 75 കാലഘട്ടത്തിൽ കച്ചവടം തുടങ്ങുന്ന കാലഘട്ടത്തില് അന്ന് ഈ സംഭവം ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞിരിക്കലേ ഉണ്ടാവുള്ളൂ. ശരീരത്തൊക്കെ ശരീരത്തിന് വയസ്സാവാൻ പാടും, മനസ്സിന് വയസ്സാവാൻ പാടില്ല. മനസ്സിലായോ? കേറി വരണം, ഇടിച്ചു കുത്തി കേറി വരണം. എന്തിനു ചെയ്യണം? പഠിക്കണം. അതാണ് വളർച്ചയ്ക്കുള്ള മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മൾ മിണ്ടാതിരിക്കരുത്, ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കണം. ബിസിനസ് ഈസ് ആക്ഷൻ. കുറെ ഐഡിയ ഉണ്ടായിട്ട് കാര്യമില്ല. ഉണ്ണിൻകുട്ടി, എന്റെ മുന്നിൽ എത്രയോ പേര് എന്തോരം ഐഡിയാസ് ആയിട്ട് വരുന്നറിയോ? എന്തോരം ഐഡിയാസ് ആയിട്ടാ വരുന്നറിയോ? ആക്ഷൻ ഇല്ല. എന്നിട്ട് പറയും എന്ത്? ഞാൻ ആക്ച്വലി ഇന്ന് കണ്ടില്ലേ ആ സംഭവമല്ലേ, ഞാനത് 10 കൊല്ലം മുന്നേ പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു. ഇത് എവിടെ? അവർ കാശുണ്ടാക്കി, നമ്മൾ ഉണ്ടാക്കുന്നില്ല. കണ്ടിട്ടില്ലേ?
നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ മാത്രമാണ് ഒരു ഐഡിയ ചിന്തിക്കുന്നത്, അതുപോലെ ചിന്തിക്കുന്ന ഒരാൾക്കാരുണ്ടാവും. ആക്ഷൻ എടുത്തിട്ടില്ല കച്ചവടം ഉണ്ടാവില്ല. ആക്ഷൻ എടുക്കാൻ എന്ത് വേണം? നമുക്ക് കോൺഫിഡൻസ് വേണം, നമുക്ക് അറിയണം. നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് വെച്ചു, ഇത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഒപ്പമുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ലേണിംഗ് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണെന്ന് മനസ്സിലാക്കണം. ഈ ഇരിക്കുന്ന 1 മണിക്കൂർ ആ സമയത്ത് ഒരു സീരിയൽ കണ്ടാലായി അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാലായി എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിന് കിട്ടുന്നു, ഒരു അറ്റൻഡ് ചെയ്യുന്ന ഒരു കസ്റ്റമറോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. എത്ര രൂപയുടെ കച്ചവടം നടന്നു ആലോചിച്ചത്, ഒറ്റ കസ്റ്റമറെ കിട്ടിയ. ദാറ്റ്സ് ദ ഗ്രോത്ത് മൈൻഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള പോയിന്റ് ഞാൻ അവസാനത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിന് മുന്നേ അത് ഓർക്കട്ടെ, അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പൊ നേരിടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. ഇന്നലെയൊക്കെ അത് ചോദിക്കാത്ത ആൾക്കാരുണ്ട്, ഇന്ന് ധൈര്യമായിട്ട് ചോദിച്ചു പറഞ്ഞുതരാം. എനിബഡി? ഒന്നുമില്ല? കൺസിസ്റ്റൻസി. ഞാൻ സിജോ. പാല് കൺസിസ്റ്റൻസി ഞാൻ ആണ്. തല്ലുപിടിക്കും, പാല് ഞാൻ തല്ലുപിടിക്കും. 3 കൊല്ലം ഇത് വർത്താനം പറയുന്നു, ഇതേ സാധനം. 2022 നമ്മൾ ഫസ്റ്റ് കാണുന്ന സമയത്ത് മറ്റേ കലൂര് ഓഫീസിന്റെ താഴെ നിന്നിട്ട് നമ്മൾ സംസാരിച്ചത് ഇതേ സാധനത്തിനെ കുറിച്ചാണ്. ഇതുവരെ എവിടം വരെ എത്തി എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഞാൻ ചിന്തിക്കാൻ നമ്മൾ എന്നായി കണ്ടുമുട്ടിയെന്നുള്ളത്. എത്ര വർഷമായി കാണുന്നു? 2022 സുഷിന്റെ അവിടെ ഓഫീസിന്റെ താഴെ വെച്ചിട്ട്. 22-ലാണല്ലേ? എന്റെ കാറും ഒന്നായിരുന്നു. അമിയോ. അപ്പൊ നിങ്ങള് ബാംഗ്ലൂർ എത്തി, നമ്മള് ഇവിടെ ആ. നിങ്ങൾ മറ്റേ സ്ഥലത്തിന്റെ പേരെന്താ? പൂച്ചട്ടി. അതന്നെ ഇപ്പോൾ അവിടെ പൂച്ചട്ടി. തന്നെയല്ലേ? പൂച്ചട്ടി തന്നെയല്ലേ? അതന്നെ. നിന്നെ കൊണ്ട് ബാക്കി പറയിപ്പിക്കരുത്, ഞാൻ വല്ല പറയും. വെറുതെ കഴിഞ്ഞു, ചോദ്യം കഴിഞ്ഞു. എന്താ പറയാ, സിജോന്റെ മെന്ററും എന്റെ മെന്ററും ഒരാളാണ്. പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാധനത്തിന്റെ പേര് CRDA, കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. ഇത്രേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ പൂച്ചട്ടി വിട്ടിട്ട് കൊച്ചിക്ക് വന്നാ പറഞ്ഞത്. അത് പറഞ്ഞിട്ട് അവിടെ അക്ഷയകേന്ദ്രം ഉണ്ട്, മറ്റേ സംഭവം നടക്കൂലെന്ന് പറഞ്ഞു. ആഷ്ലി ഉണ്ട്, ബിബിൻ ഉണ്ട് അല്ലേ? ബിബി ഇവിടെ ഉണ്ടോ? ബിബിനെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ആഷ്ലി ആഷ്ലിനെ ഉണ്ട്. റീജോയിനിങ് ഞാനൊരു തീരുമാനം എടുത്തു, വീണ്ടും റീജോയിനിങ് ചെയ്യാന്നുള്ളത്. എന്നാ കൊള്ളാം. നിഷ, 1 ലക്ഷം രൂപ ചെക്ക് മേടിക്കാം, എന്നിട്ട് അത് ക്യാഷ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ മാറ്റിട്ടോ. ഓക്കെ, എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോ ഈ പറഞ്ഞ എല്ലാ കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്താൽ. ഇങ്ങോട്ട് തന്നാ പിന്നെ തിരിച്ചു കൊടുക്കലൊന്നുമില്ല. അത് ഇന്ന് ബാംഗ്ലൂർ വന്നവര് ഇതിലുണ്ടോ? ഉം? ബാംഗ്ലൂർ വന്നവര് ഇതിലുണ്ടോ? ബാംഗ്ലൂർ ടൂറിന് വന്നവരാരുള്ളതില്? രഞ്ജിനി ഉണ്ട്, ഇക്ബാലുണ്ട്. ഇക്ബാലെ ഓർമ്മയുണ്ടോ? നമ്മുടെ ഐക്യയില് വന്നിട്ട് കണ്ട ആള്? ഓർമ്മയുണ്ട്. സിജോ ആ സിദ്ധുലത ഉണ്ട്. അപ്പോ അവസാനത്തെ പോയിന്റ്, ഇന്നത്തെ അവസാനത്തെ പോയിന്റ് അതോട് പറയാലേ? ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്താണെന്നറിയോ? അത് പല കാര്യങ്ങളോടും നോ പറയുക എന്നുള്ളതാണ്. പല കാര്യങ്ങളോടും നോ പറയുക. ഇപ്പോഴും നമ്മൾ നോ പറയുന്നുണ്ട്, നമ്മളോടാണ്. എന്താ? നിന്നെ കൊണ്ടത് സാധിക്കില്ല, നീ വിചാരിച്ചിട്ട് കാര്യമില്ല, നിനക്കതിന് യോഗ്യതയില്ല, നിനക്കതിന് പറ്റില്ല, നീ അത് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ നമ്മളോട് നമ്മൾ കുറെ നോ പറയുന്നു. എന്നെ കൊണ്ടത് സാധിക്കില്ല, ഇങ്ങനെയൊക്കെ പറയുന്നു. നിങ്ങൾ മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് നിങ്ങൾ പിടിക്കുന്ന വള്ളികളോട് നിങ്ങൾ നോ പറയാൻ തുടങ്ങിയാൽ യെസ് യു ക്യാൻ ബി. ഞാൻ 23-ാമത്തെ 24-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ നാട്ടിലെ അമ്പല കമ്മിറ്റിയിൽ, ആഘോഷ കമ്മിറ്റിയിൽ സെക്രട്ടറിയാണ്. പൂരപ്പറമ്പ് ഉത്സവപ്പറമ്പിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്ന ആളാണ്.
എല്ലാ ശനിയാഴ്ചയും ഞാൻ ഓടുന്നത് ഞായറാഴ്ച രാവിലത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിരുന്നു. ശനിയാഴ്ച എറണാകുളത്ത് നിന്ന് ഒറ്റപ്പാലത്തേക്ക് പായും, ട്രെയിന് പിടിച്ചു കുത്തി കയറി പോവും. ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അവിടെ എത്തും. കല്യാണം ചെക്കനെ മറ്റേ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് ആ പാത്രങ്ങളോട് കഴുകി വെച്ചിട്ടേ പോരായിരുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? അവസാനം എനിക്ക് അവനെ അറ്റൻഡ് ചെയ്തത് ആരുടെ കല്യാണം ഓർമ്മയില്ല. നിഷ, ഞാൻ ഏറ്റവും അവസാനമൊക്കെ ഒരു കല്യാണത്തിന് പോയി സുഷിന്റെ ആവും. സുഷിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തിന് മേലെ. ഇവിടെ ഉണ്ടാവും, സുഷി ഉണ്ടാവും. സുഷിൻ എന്റെ സുഹൃത്താണ്, ബിസിനസ് സുഹൃത്താണ്, അതുകൂടി എടുത്ത് പറയാം. ഞാൻ കഴിഞ്ഞ മാസം ഞാനൊരു ഹൗസ് വാമിങ്ങിന് പോയി, ഒരു ഫംഗ്ഷന് പോയി. അതൊരു ബിസിനസ് സുഹൃത്തിന്റെ, അല്ലാതെ ചെയ്തുക്ക എന്റെ വീട്ടിൽ ഇതായിരിക്കുന്ന രഞ്ജിനി എന്റെ പെങ്ങളാ. അവൾ ഏട്ടന്റെ കൊച്ചിന്റെ 1ാം പിറന്നാള്, ആ കൊച്ചിന്റെ നൂലുകെട്ട്, അതിന്റെ മുന്നേ ഇവരുടെ വീട്ടിലെ ഹൗസ് വാമിങ്. ഞാൻ പോയിട്ടില്ലപ്പാ, കാരണം എന്റെ സമയത്തിന് എനിക്ക് വില ഉണ്ട്. എനിക്ക് സമയമുള്ളപ്പോ ഫ്രീ ആകുമ്പോ ഞാൻ പോവും. അപ്പൊ അതുകൊണ്ട് എന്താ അറിയോ, ഈ വരില്ല എന്നറിയാം, എന്നാലും വിളിച്ചു എന്നേ ഉള്ളൂ എന്നൊരു ഇൻവിറ്റേഷൻ. മറ്റേതൊരു കല്യാണത്തിന് പോയ തലേ ദിവസം വൈകുന്നേരം പോകണം, അന്ന് രാത്രി അവിടെ പാർട്ടിയിൽ പകുതി ബോധത്തിലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു. അതിന് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണി വരെ കല്യാണ പാർട്ടി പരിപാടികൾ, വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ദിവസം 24 മണിക്കൂർ പോയി. എന്തേലും ഗുണം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ അവിടെ ചെന്നിരുന്ന ഇന്ന 4 കുറ്റം, ഞാൻ അങ്ങോട്ട് 4 കുറ്റം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതൊന്നുമില്ല. അവരിന്ന് കുറ്റം പറയണ്ടേ, എനിക്കത് ചോദിക്കുന്നില്ല. അവൻ വന്നില്ല, അവൻ തിരക്കാ പറയുന്നത്, വലിയ ആളാ പറയുന്നത് മാത്രമേ പറയുള്ളൂ. പല കാര്യങ്ങളോടും നോ പറയാൻ പഠിക്കണം. കാശ് കടം ചോദിക്കുന്നവനോട് കയ്യിൽ കാശില്ലെങ്കിലും അപ്പുറത്തുനിന്ന് കാശ് മേടിച്ച് കൊടുക്കുന്ന മഹാമാരി ഇവിടെ ഉണ്ട്. നോ പറയാൻ പഠിക്കണം. ചില ഫ്രണ്ട്ഷിപ്പിനോട്, നിങ്ങളെ വല്ലാതെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് തോന്നുന്ന ചില ഫ്രണ്ട്ഷിപ്പിനോട് നോ പറയണം. നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത, നിങ്ങൾക്ക് വാല്യൂ തരാത്ത ഏത് സുഹൃത്തായിക്കോട്ടെ, ഏത് ബന്ധുക്കാരായിക്കോട്ടെ, മുഖത്ത് നോക്കി നോ പറയണം. നിങ്ങളെ ഉൾക്കൊള്ളാത്ത കസ്റ്റമറോട് നിങ്ങളുടെ കസ്റ്റമർ അല്ലെന്ന് ബോധ്യപ്പെട്ടാൽ നോ പറയണം. അനാവശ്യമായിട്ട് ഇന്ന് ഡിസ്കൗണ്ട് ചോദിക്കുന്ന, നെഗോഷിയേറ്റ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞു കേട്ടോ, അനാവശ്യമായിട്ട് നിന്ന് നെഗോഷിയേറ്റ് വേണ്ട എന്ന് നിങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നു, അന്ന് നിങ്ങളുടെ വിജയം സ്റ്റാർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. നോ. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്ത വീഡിയോ നോ എങ്ങനെ പറയാന്നുള്ളതാണ്. മിക്കവാറും അതിന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടാവും. നോ. പല നോകൾ പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. എന്റെ അടുത്ത് ആര് കാശ് കൊണ്ട് വന്നാലും ഞാൻ ട്രെയിനിങ്ങോ ഞാൻ കൺസൾട്ടേഷനോ കൊടുക്കില്ല. എനിക്ക് അവൻ പറ്റുമെങ്കിൽ, അവന് ഞാൻ പറഞ്ഞാൽ മാറുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ മാത്രമേ ഞാൻ യെസ് പറയുള്ളൂ, അല്ലെങ്കിൽ നോ. എന്റെ ബിസിനസ് ബഡീസ്, ഞാൻ CEO മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്, 1-to-1 മെന്റർഷിപ്പ്. 1 കോടി രൂപയുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അതിന് മുകളിൽ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എന്റെ പോളിസി. അതിന് എന്റെ അടുത്ത് വന്നവർക്ക് മുഴുവൻ ഞാൻ യെസ് പറഞ്ഞിട്ടൊന്നുമില്ല. ഉള്ള ആളുകളെക്കാൾ എത്രയോ മടങ്ങ് ആളുകളാണ് ഞാൻ നോ പറഞ്ഞ ആൾക്കാർ. പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. കാരണം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലാത്തവൻ, ആ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണമെന്ന ആഗ്രഹമില്ലാത്തവൻ എന്തോരം ശ്രമിച്ചാലും അവന്റെ ബിസിനസ്സിൽ അവന്റെ ഗ്രാഫ് താഴത്തോട്ടായിരിക്കും. മറ്റേ മരിക്കാൻ കിടക്കുന്ന, അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് പോലും നിർത്തിവെക്കുന്ന ആ രോഗിക്ക് അവസാന നിമിഷത്തിൽ മറ്റേ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു സാധനം വെക്കൂലേ, മറ്റേ ഷോക്ക് അടിപ്പിക്കൂലേ ഹൃദയത്തിന്, അതുപോലെ ഇങ്ങനെ കൊടുത്ത പറയുന്ന തുള്ളില്ലേ, ആ തുള്ളലുള്ള കണ്ട ഒരുപാട് ബിസിനസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഉണ്ടല്ലോ, കടത്തിന് മുകളിൽ കടം ആയിട്ട് പെരുകിയിട്ട് നാട്ടുകാരെയും കൊണ്ടും വീട്ടുകാരെയും കൊണ്ടും പറയിപ്പിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ബിസിനസ് എന്തും ആയിക്കോട്ടെ, അത് വാങ്ങാൻ, ആ പ്രൊഡക്റ്റോ ആ സർവീസോ വാങ്ങാൻ നാട്ടിൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ, അത് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ 100% വിജയിക്കാൻ പറ്റും. മനസ്സ് മാത്രം വെച്ചാൽ മതി, വേറൊരു സാധനം വേണം. മനസ്സ് മാത്രം വെച്ചാൽ മതി.
ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാറില്ല കേട്ടോ. ഞാൻ സെയിൽസും ബിസിനസ്സും മാത്രം പഠിപ്പിക്കുന്ന പണിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ, നിങ്ങൾക്കത് ചെയ്യാനുള്ള, ബിസിനസ് ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ ഇപ്പൊ നിർത്തിക്കോ. ഇന്ന് രാത്രി പരിപാടി കൂട്ടിക്കോ. നാളെ ഏതെങ്കിലും ജോലിക്ക് പോവാന്നല്ല, വേറൊരുത്തന്റെ അടിമയായിട്ട് വേറൊരുത്തൻ പറഞ്ഞത് കേട്ടിട്ട് അവന്റെ വരുമാനത്തിന്റെ 1%, 0.5% ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ജീവിച്ചോ. അല്ല, നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ കസ്റ്റമർ ഉണ്ടെങ്കിൽ ലക്ഷപ്രഭു അല്ല, കോടീശ്വരനല്ല, ശതകോടീശ്വരനാവാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. പ്രോപ്പറായിട്ട് അങ്ങ് ചെയ്താൽ മതി. എനിക്ക് ഒരു പൈസ തരണ്ട, ഫ്രീ ആയിട്ട് ഞാൻ 21 ദിവസത്തിൽ പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെയുള്ള താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നാളെ രാത്രി 9 മണിക്ക് പോരെ, അത്രയൊക്കെ പറയുള്ളൂ. അല്ലെങ്കിൽ വരണ്ട കേട്ടോ വഴി. എനിക്കിവിടെ സൂമിൽ ആളെ എണ്ണം തികച്ചിട്ട് ക്ലാസ് എടുക്കണമെന്ന് ഒരു നിർബന്ധമല്ല. എന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാനും നിഷയും പിന്നെ 2 ആളും ഉണ്ടായിരുന്നു. ആകെ 4 ആളെ വെച്ച് തുടങ്ങിയ പരിപാടിയാണ് ഞാൻ. ഇന്ന് 60, 65, 100, 150 അത് ഞാൻ ബോധറേ ചെയ്യാറില്ല. ജുഹൈനൊക്കെ അറിയാം. ജുഹൈന സാറേ ആള് കുറവാ, നമുക്ക് തുടങ്ങാം, നമുക്ക് ആൾക്കാർ വരാച്ച വരട്ടെ, ഇതാണ് നമ്മുടെ പോളിസി. ഞാൻ പറഞ്ഞല്ലോ, ഈ മനസ്സ് വെച്ചിട്ട് നാളെ രാത്രി 9 മണിക്ക് വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിസിനസ്സിനെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാം, അതിന് ഒരു സിഇഒ എന്തൊക്കെ ചെയ്യണം, അതിന്റെ വിഷൻ എന്താണ്, അതിന്റെ ഗോൾ എന്താണ്, അതിന് എങ്ങനെയൊക്കെ കസ്റ്റമറെ അട്രാക്ട് ചെയ്യണം, പ്രോസ്പെക്ടിങ് ചെയ്യണം, എങ്ങനെയൊക്കെ പ്രസന്റേഷൻ കൊടുക്കണം, എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, സെയിൽ ക്ലോസ് ചെയ്യണം, എങ്ങനെ ഒരു ആൾക്കാരെ എടുത്ത് അവരെ ടീമിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, എങ്ങനെ ഫിനാൻസ് ഡീൽ ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് ഓപ്പറേഷൻ കൈകാര്യം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു തരാം ഈ 21 ദിവസം കൊണ്ട്. അതെന്റെ വാക്കാ, എന്റെ വാക്ക് ഞാൻ നിർവഹിച്ചിരിക്കും. ഇല്ല ജുഹൈന, സാക്ഷി കിട്ടാം എനിക്ക്. അപ്പോ ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ, പറയാനുണ്ടെങ്കിൽ പറഞ്ഞു, നമുക്ക് സംഭവിക്കും. സർ, ഔട്ട് ഓഫ് സബ്ജക്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഉറപ്പായിട്ടും ഇവിടുത്തെ എല്ലാ സബ്ജക്റ്റാണ്, ഔട്ട് ഓഫ് ഇല്ല. ഒരു ഒപ്പീനിയൻ ആണ്. ആക്ച്വലി ഞാൻ ഒരു 3 years ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. യൂണിഫോംസിന്റെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. ഐ നീഡ് ടു ഡെവലപ്പ് കുറച്ചുകൂടി. അപ്പോ ഐ പ്രിഫർ ഇൻവെസ്റ്റേഴ്സിനെ ഞാൻ നോക്കുന്നുണ്ട്. സാറിന്റെ ഒപ്പീനിയനിൽ ഇൻവെസ്റ്റ്മെന്റ് ഓർ ലോൺ, വിച്ച് വൺ ഈസ് ബെറ്റർ? എന്റെ ചോദ്യം എന്താ അറിയോ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അതിനെ കുറിച്ച്? എന്റെ ഒരു 5 lakh ആണ് ഇപ്പൊ എന്റെ ഉള്ള പൈസ അല്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ യൂണിഫോമിന് കീഴാള് എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്? എനിക്ക് കണ്ടിന്യൂസ് മന്ത്ലി കസ്റ്റമർ ഒരു 25 to 30 മന്ത്ലി ഉണ്ട്. എത്ര 25 to 30. 25-30 പേര്. 25-30 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ ബിസിനസ് കൺഫേം ചെയ്യാൻ പറ്റും ഏകദേശം? ആവറേജ് ഒരു 3 to 5 ലാക്ക്. 3 to 5 ലാക്ക് നിങ്ങൾക്ക് കൺഫേം ആണ്. ഇനി നിങ്ങൾക്ക് എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ്? അല്ല, ഒരു യൂണിറ്റ് തുടങ്ങുമ്പോ കുറച്ചുകൂടി നമുക്ക് ഇതിൽ വേണമല്ലോ. എന്തിന് വേണം? ഇപ്പൊ മെഷീനറിക്കും കാര്യങ്ങൾക്കും ഒക്കെ ഫണ്ട് വേണമല്ലോ. എവിടെയാ തുടങ്ങുന്നത്? ഇവിടെ എറണാകുളത്ത് തന്നെ. നിങ്ങളുടെ സ്വന്തമായിട്ട് തുടങ്ങി ഒരു ഇൻവെസ്റ്റർ വരികയാണെങ്കിൽ, ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ ഒപ്പീനിയനും അവന്റെ ഐഡിയാസും അവന്റെ വിഷനും നിങ്ങൾ നടത്താൻ നിൽക്കേണ്ടി വരും മിക്കവാറും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്ത് പ്രോപ്പർ ആയിട്ട് ഒരു പിച്ച് ഡെക്ക് ഉണ്ടാവണം. അത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള, നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളുടെ പ്രോസസ്സിൽ നിങ്ങളുടെ കസ്റ്റമർ വിശ്വസിക്കുന്ന ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വരണം. അല്ലെങ്കിൽ വരുന്നവൻ നിങ്ങളൊപ്പം അവന്റെ ഐഡിയ കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നടത്തും. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാൻ സാധിക്കുന്നില്ല. എന്റെ സജഷൻ, ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങുക. അതിന് ലോണുകൾ അവൈലബിൾ ആണ്, പലതരത്തിലുള്ള ലോണുകൾ. സ്ത്രീകൾക്ക് മാത്രമായിട്ട്, സ്ത്രീകൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള ലോണുകൾ അവൈലബിൾ ആണ്. 90% തിരിച്ചടവ് വേണ്ടാത്ത ലോണുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 90% വരെ അങ്ങനത്തെ ലോണുകൾ നിങ്ങൾക്ക് കൺസൾട്ടൻസിനെ സമീപിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അവരോട് സംസാരിക്കുക, അവരോട് പോയിട്ട് ലോൺ എടുക്കുക, അതിനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ വർക്കൗട്ട് ചെയ്യുക, തുടങ്ങുക.
കൃത്യമായിട്ട് ബിസിനസ് ശ്രദ്ധിക്കുക. കസ്റ്റമറെ ഉണ്ടാക്കുക എന്നതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് മനസ്സിലാക്കുക. എല്ലാ ദിവസവും നിങ്ങൾ കസ്റ്റമറെ കണ്ടുപിടിക്കുക. ഒരു ദിവസം പോലും മടി പിടിച്ചിരിക്കരുത്. ഡെയിലി പ്രോസ്പെക്ട് ചെയ്യുക, കസ്റ്റമറെ കൊണ്ടുവരിക, അവരോട് സംസാരിക്കുക, ക്ലോസ് ചെയ്യുക, കാശ് മേടിക്കാൻ മറക്കരുത്. ഡെഫിനറ്റ്ലി യു വിൽ ബി ഹാവിങ് എ ഗുഡ് ബിസിനസ്. അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം, പ്രോസസ് ഉണ്ടാക്കണം, ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഇപ്പൊ നേരത്തെ പറഞ്ഞ സിജോ ഉണ്ടല്ലോ ഇവിടെ, സിജോ ലൈനുണ്ടാ? പോയാ? കൺസിസ്റ്റൻസി പറഞ്ഞിട്ട് ആ വഴി പോയി. സിജോ, നമുക്ക് സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ലോണുകൾ ഏതൊക്കെയാ? സ്കീംസുകളുണ്ട്, ഒരുപാട് സ്കീംസുകളുണ്ട്. ഇവർക്ക് ഫണ്ട് എത്ര വേണ്ടവരെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട്. ഫമീന, സിജോയെ കണക്ട് ചെയ്യുക. സിജോ നമ്പർ ഒന്ന് ഇട്ട് കൊടുക്കുക ചാറ്റില്. സിജോ അതിന്റെ കൺസൾട്ടന്റ്, ലോൺ കൺസൾട്ടിങ് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ചെയ്യുന്നില്ല സിജോ? ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ സിജോ അതിന്റെ ഉപദേശം, സജഷൻസ് സിജോ തരും. ബാക്കി അതിനനുസരിച്ച് വർക്ക് കൊടുക്കുക. ഫമീന, ഇതാണ് ഈ ബിസിനസ് നെറ്റ്വർക്കിങ്ങിന്റെ ഗുണം. ഏത് സൈസ് ആൾക്കാർ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സിജോ നമ്പർ ഇട്ട് കൊടുക്കണേ ചാറ്റിലേക്ക്. അല്ലെങ്കിൽ നിഷയുടെ നമ്പർ ഉണ്ടെങ്കിൽ നിഷ കൊടുത്താലും മതി. ഇനി അടുത്തത്, സെയിൽസ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? കാശ് മേടിക്കുന്ന പ്രവൃത്തിയാണ് സാർ സെയിൽസ് ക്ലോസിംഗ് എന്ന് പറയുക. കസ്റ്റമറുടെ അടുത്ത് നിന്ന് കാശ് മേടിക്കുക എന്നുള്ളതാണ് സെയിൽസ് ക്ലോസിംഗ്. മനോജ്, നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് ആദ്യം നമ്മുടെ പ്രോഡക്റ്റിന് പറ്റിയ കസ്റ്റമറെ കണ്ടുപിടിക്കും. അതിനെയാണ് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത്. വാങ്ങാൻ ചാൻസ് ഉള്ള ആളുകൾ. ആ പ്രോസ്പെക്റ്റിനെ നമ്മൾ ലീഡായിട്ട് കൺവേർട്ട് ചെയ്യും, വാങ്ങണമെന്ന് താല്പര്യമുള്ളവരാക്കി മാറ്റും. ആ ലീഡിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രസന്റേഷൻ കൊടുക്കും. നമ്മൾ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ്, എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പ്രസന്റേഷൻ കൊടുക്കും. അത് കഴിഞ്ഞ് കസ്റ്റമർക്ക് കൺവിൻസ് ആയി കഴിഞ്ഞാൽ കസ്റ്റമറോട് പറയും, നിങ്ങൾക്കത് വാങ്ങാൻ ചാൻസ് ഉണ്ട്, വാങ്ങിയാൽ നിങ്ങൾക്ക് ഇന്ന സൊല്യൂഷൻ കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. കസ്റ്റമർ റെഡി എന്ന് പറഞ്ഞാൽ കാശ് മേടിക്കുന്നു. അപ്പോൾ അതിനെ സെയിൽസ് ക്ലോസിംഗ് എന്ന് വിളിക്കും. അത് ഈ പറയുന്നത്ര ഈസി അല്ല. കസ്റ്റമർ അത്ര പെട്ടെന്നൊന്നും വാങ്ങില്ല. അതിന് ഒരുപാട് ടെക്നിക്കുകളുണ്ട്, ക്ലോസിംഗ് ടെക്നിക്സുകളുണ്ട്. 101 സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സുകളൊക്കെ ഉണ്ട്. നമുക്കൊരു 20 എണ്ണമൊക്കെ നമുക്ക് പഠിക്കാം. എല്ലാം കൂടി ഒന്നും പഠിപ്പിക്കുന്നില്ല ഞാൻ. 20 എണ്ണം സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിപ്പിക്കാം കേട്ടോ. അപ്പൊ ജുഹൈനൊക്കെ കണ്ണടച്ചിട്ട് 20 എണ്ണം പറയും അല്ലെ ജുഹൈനൊക്കെ അതിൽ എക്സ്പെർട്ടാണ് സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്ക് പഠിപ്പിക്കാനും. അത് നമുക്ക് പഠിപ്പിക്കാം. സാർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ കസ്റ്റമറെ കൊണ്ടുവരണം എന്നുള്ള കാര്യം. അപ്പൊ അതിനെപ്പറ്റി സാർ പറയുന്നത് 20 ഐഡിയാസ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ നേരത്തെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഇരുന്നതാണ്. അതായത് കസ്റ്റമറെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. അതിനാണോ ഈ 20 ഐഡിയ എന്ന് പറഞ്ഞത്? 20 സെയിൽസ് ക്ലോസിംഗ് മെത്തേഡാണ്. സെയിൽസ് ക്ലോസിംഗ് കസ്റ്റമറിൽ നിന്ന് കാശ് മേടിക്കുന്ന പരിപാടിയാണ്. ഓക്കെ. അപ്പൊ കസ്റ്റമറെ കൊണ്ടുവരാനുള്ള ഐഡിയ എന്താണ്? നമ്മൾ അവരെ വീട്ടിൽ പോവുക, വിളിച്ചോണ്ട് വരിക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ കസ്റ്റമർ എങ്ങനെ ഇരിക്കണം, ആരാവണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, ആ ആളുകളുടെ സ്വഭാവം, അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിച്ചിട്ട് അതുപോലത്തെ ആളുകളിലേക്ക് നമ്മൾ എത്തണം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. എന്റെ കസ്റ്റമർ ആരാണ്? എന്റെ കസ്റ്റമർ ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ബിസിനസ് തുടങ്ങിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ആ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ഉപദേശങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും അതിൽ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ളവരാണ്. യൂഷ്വലി ഒരു 30 വയസ്സിന് മുകളിൽ ഒരു 50 വയസ്സിന്റെ ഉള്ളിലായിരിക്കുള്ള ആളുകളായിരിക്കും മാക്സിമം എന്റെ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇതുപോലുള്ള ആളുകളെ കണ്ടുപിടിക്കുക. ബിസിനസ് തുടങ്ങിയ, ബിസിനസ് റൺ ചെയ്യുന്ന, ബിസിനസ് ആഗ്രഹിക്കുന്ന, ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള ആളുകളാണ്. ഇവരെ കണ്ടുപിടിക്കുന്നതാണ് എന്റെ ജോലി. ഞാനിപ്പോഴും പറയുന്നത് കാശ് മേടിക്കുന്നതിനൊക്കെ കഷ്ടമാണ് കസ്റ്റമറെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവരെ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരിക? നമ്മൾ അവരുടെ ഉള്ളിൽ ട്രസ്റ്റ് ഉണ്ടാക്കണം, വിശ്വാസം ഉണ്ടാക്കണം. വിജി ഇന്ന് എന്റെ 3ാമത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അല്ലെ? ആദ്യത്തെ ദിവസം ഒരു ക്യൂരിയോസിറ്റിയോട് കയറിയതാ അല്ലെ? എന്താ സംഭവിക്കണമെന്ന് അറിയുന്നത്. ഇന്ന് എന്തുകൊണ്ടാ ക്ലാസ്സിൽ വന്നേ? അല്ല, ഇത് കണ്ടിന്യൂ ചെയ്യണം. നമ്മളൊരു കാര്യം, ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യണം. സാർ 21 ഡേയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് 21 ഡേയ്സ് അറ്റൻഡ് ചെയ്യണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് വീഡിയോയിൽ കണ്ടാൽ പോരെ? എന്തുകൊണ്ട് ലൈവായിട്ട് വന്ന് എന്റെ അടുത്ത് വന്നിട്ട് പഠിക്കണമെന്ന് നിർബന്ധം? ഇതുപോലെ പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ? അതെ, വേറൊരാളുമായിട്ട് ഞാൻ ഇതിനെ കോണ്ടാക്ട് ചെയ്തിരുന്ന പുള്ളിയുടെ 1-2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് കുറച്ചുകൂടി ഇത് മെച്ചമാണെന്ന് തോന്നി. നമുക്ക് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ കഴിയുമല്ലോ. അപ്പം ആ ഒരു ടോക്കിങ്ങിലും ആ ഒരു ഇന്റർവ്യൂലൊക്കെ ബെറ്റർ ഇതായിട്ട് എനിക്ക് തോന്നി. ശ്രീജിത്ത് കൊള്ളാൻ തോന്നിയോ? യെസ്.
അതാണ് ട്രസ്റ്റ് മേക്കിംഗ്. ഉം. ഞാൻ ഇന്ന് 300 ദിവസം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും എന്റെ ഇതുപോലത്തെ ക്ലാസ്സുകൾ വന്ന് അറ്റൻഡ് ചെയ്ത് എന്നെ കൊള്ളാം, എനിക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമെന്ന് വിശ്വാസം വന്നത് കൊണ്ടാണ് എന്റെ ഒപ്പം ഇപ്പോഴും നിൽക്കുന്നത്. മാസം പൈസ തന്നുകൊണ്ടിരിക്കുന്നു. ഉം. 6 വർഷം എന്റെ കസ്റ്റമർ ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. ഞാൻ ഓക്കെ. മെന്റർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാനൊരു ആക്ച്വലി ഡൗട്ട് ബിസിനസ് സംബന്ധമായിട്ട്, അതായത് ഇപ്പൊ സാറ് പറഞ്ഞിരുന്നു കസ്റ്റമറെ കണ്ടുപിടിക്കണം, നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഐഡിയയിലുള്ള പ്രോഡക്റ്റുകൾ, മീൻസ് ഞാൻ ടെക്സ്റ്റൈൽസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, പ്രോഡക്റ്റുകൾ അവിടെ നമ്മൾ ഇറക്കുന്നു. അപ്പൊ ആ പ്രോഡക്റ്റിനോട് താല്പര്യമുള്ളവർ വരും, അതല്ലേ നമ്മുടെ യഥാർത്ഥ കസ്റ്റമർ. അതെ, ഞാൻ ചോദിച്ചോട്ടെ, എത്ര രൂപയുടെ പ്രൊഡക്റ്റ് ആണ് താങ്കൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി ഞാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നല്ല എന്താ പറയാ പ്രീമിയം കസ്റ്റമറെ ഉദ്ദേശിച്ചാണ് ഞാൻ അത് ഇറക്കിയത്. ഇറക്കിയപ്പോൾ വരുന്നത് എല്ലാ തരത്തിലുള്ള കസ്റ്റമറും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കൂടുതൽ എല്ലാവർക്കും ഓഫർ വേണം, അങ്ങനെയൊക്കെ ഉള്ള കുറെ മൈൻഡാണ്. ഡിസ്കൗണ്ട് വേണം, ആ ഒരു മൈൻഡ്. ചീപ്പ് റേറ്റിന് സാധനം കിട്ടുക എന്നുള്ളത് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. അപ്പൊ എന്റെ ഷോപ്പ് എന്ന് പറയുമ്പോൾ 600 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ഷോപ്പാണ്. അപ്പൊ ആ ഷോപ്പിൽ വരുന്ന കസ്റ്റമർ എന്ന് പറയുമ്പോൾ പ്രീമിയം കസ്റ്റമർ വരണമെന്നില്ലെന്ന് ഞാൻ മനസ്സിലായി. എന്റെ മൈൻഡില് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പ്രീമിയം കസ്റ്റമറെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഷോപ്പിൽ ചെയ്തിരിക്കുന്നത്? അതായത് നല്ല പിന്നെ എന്താ പറയാ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള എത്ര രൂപ ആവറേജ്? 1000-നകത്തുള്ള എമൗണ്ട്. 1000-നകത്തുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, പ്രീമിയം കസ്റ്റമർ എന്ന് പറയുന്നവർ 1000-നകത്ത് ഡ്രസ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് അവരുടെ വീട്ടിലിടാനോ ഡെയിലി യൂസേജിനോ വേണ്ടി മാത്രമായിരിക്കും വാങ്ങുക, അല്ലേ? അതിലേക്ക് എന്നാൽ ഒരു സാധാരണക്കാരനായ ഒരു കസ്റ്റമർ 1000 രൂപയുടെ ഡ്രസ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, കുഴപ്പമില്ല, ഓക്കെ, 1000 രൂപയുടെ ഡ്രസ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കോ ഫംഗ്ഷൻസിനോ കാര്യങ്ങൾക്കോ സ്പെഷ്യൽ ഡേക്കോ വേണ്ടിയിട്ടായിരിക്കും വാങ്ങുക, ശരിയാണോ? അതെ. അപ്പൊ നിങ്ങളുടെ ഓഫർ ഒരിക്കലും ഒരു പ്രീമിയം കസ്റ്റമർ വീട്ടിലിടാനുള്ള ഡ്രസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഡ്രസ്സിന് വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കാനും പാടില്ല. ഇന്നലെ പഠിച്ചതാണ്. പക്ഷെ അത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയം കസ്റ്റമർ ആരാണ്, എത്ര രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവനെയാണ് നിങ്ങൾ പ്രീമിയം കസ്റ്റമർ എന്ന് വിളിക്കുന്നത്, അവര് മാത്രമേ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കാണാൻ പാടുള്ളൂ. നാട്ടിൽ എല്ലാവരും നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കണ്ടാൽ നിങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടി വരും, എന്നിട്ട് പറയും നിങ്ങളുടെ പ്രൊഡക്റ്റിന് വില കൂടുതലാണ്, നിങ്ങൾ ഓഫർ തന്നാൽ മാത്രമേ കച്ചവടം നടക്കുള്ളൂ, അല്ലെങ്കിലൊക്കെ ഇത് ആര് വാങ്ങാനാണ്. നമ്മളൊരു സ്വീറ്റ് നമ്മളിങ്ങനെ പുറത്ത് വെക്കുകയാണെങ്കിൽ ആദ്യം എന്താണ് വരിക അതിലേക്ക്? ഒരു സ്വീറ്റ് ഒരു ലഡു നമ്മൾ പുറത്ത് വെക്കുന്നു. ആരാണ് ആദ്യം വരിക അതിലേക്ക്? ആദ്യം വരുന്ന ആരായിരിക്കും വെച്ച് കഴിഞ്ഞാല് ഈച്ചകൾ വന്നാർക്കും. ഈച്ചകളെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ഈച്ചകൾ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ, അല്ലെ? അതുപോലെയാണ് നിങ്ങളുടെ പരസ്യം കണ്ടിട്ട് നിങ്ങൾ എല്ലാവർക്കും പരസ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പരസ്യം കണ്ടിട്ട് വരുന്ന ഓരോ കസ്റ്റമറും നിങ്ങൾക്ക് ഈച്ചകളായിട്ട് കൺസിഡർ ചെയ്യും. കാരണം ചീപ്പ് കസ്റ്റമേഴ്സായിരിക്കും ആദ്യം ഓടി വരിക. അവരുടെ ചോദ്യം ഇതിനെന്താ റേറ്റ് എന്നാണ്. ഡ്രസ്സിന്റെ ക്വാളിറ്റിയോ ഡ്രസ്സിന്റെ തുണിയുടെ മറ്റേ കളറോ മറ്റുള്ള ഒരു ക്വാളിറ്റിയും അവർക്ക് പ്രശ്നമല്ല, അവർക്ക് റേറ്റ് മാത്രമാണ് പ്രശ്നം. അവൻ നിങ്ങളുടെ കസ്റ്റമർ അല്ല. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കസ്റ്റമർ അല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കി നിർത്തണം. മനസ്സിലായില്ലേ? ഞാൻ എന്റെ ബിസിനസ് ബഡി എന്ന് പറയുന്ന പ്രോഡക്റ്റ് 1 ലക്ഷം രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. 365 ദിവസം നിങ്ങളുടെ മെന്റർഷിപ്പ് ഞാൻ ഏറ്റെടുക്കുകയാണ്. നിങ്ങളുടെ പ്രൊജക്ട് പ്രോസസ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ബേസിക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം. ആ 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ 1 കോടി രൂപയ്ക്ക് താഴെ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്യും. 1 കോടി രൂപയാണ് നിങ്ങൾ ഒരു വർഷത്തെ ടാർഗറ്റ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യും. 1 കോടിയുടെ എത്ര ശതമാനം ഞാൻ ചാർജ് ചെയ്യുന്നത്? 1%, 1%, അല്ലേ? ഞാൻ അവർക്ക് എന്റെ ഒരിക്കലും ബിസിനസ് ബഡിയുടെ എന്താ പറയാ പരസ്യങ്ങൾ അല്ലെങ്കിൽ 1 കോടിക്ക് താഴെയുള്ള ആളുകൾ കാണാൻ പാടില്ല, അല്ലെങ്കിൽ കണ്ടാലും വന്നു കഴിഞ്ഞാലും ഞാൻ വേണ്ടാന്ന് പറയും. നിങ്ങൾ എനിക്ക് വേണ്ടാന്ന് ഞാൻ അങ്ങോട്ട് പറയും. അത് പറയാൻ നമുക്ക് പറ്റണം. 250 രൂപയ്ക്ക് ഡ്രസ്സ് വാങ്ങാൻ കഴിവുള്ളവർ നിങ്ങളോട് വന്നിട്ട് 1000 രൂപയുടെ റേറ്റ് കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനുള്ളതല്ല എന്റെ പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു.
നിങ്ങൾക്കുള്ള പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ അല്ല എന്ന് പറയാൻ പറ്റുന്നു. എന്നാൽ പ്രീമിയം കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ കൊണ്ടുവരണം. ഇനി പ്രീമിയം കസ്റ്റമേഴ്സ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രീമിയം കസ്റ്റമേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിന്റെ ക്വാളിറ്റി അങ്ങനത്തെ ആയിരിക്കണം. നിങ്ങളുടെ ഈ പറഞ്ഞ 600 സ്ക്വയർ ഫീറ്റ് അവർക്ക് പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യണം. ഏതെങ്കിലും കളറ് മറ്റേ ചുമരിന് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന് ഓക്കെ ആവില്ല. ബ്രാൻഡഡ് കളർ, പ്രീമിയം കളർ എന്ന് പറയുന്ന കളർ ഉണ്ട്. ബ്ലാക്ക് ആൻഡ് ഗോൾഡ്, ഡാർക്ക് ഗ്രീന്, നേവി ബ്ലൂ, ഇങ്ങനത്തെ കുറെ കളേഴ്സ് ഉണ്ട്. ഇത് ഒലിവ് ഗ്രീൻ ആണ്. ഇന്റീരിയർ ചെയ്തതാണ്. ഇന്റീരിയർ ഒക്കെ ചെയ്ത് നല്ല ഇതാണ്. അത് വൈബാക്കി നിർത്തണം, എന്നാൽ അവർ വരുള്ളൂ. അവർക്ക് ഫീൽ ചെയ്യണം ഇതൊരു പ്രീമിയം ആണ് എന്ന് ഫീൽ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അവര് വന്നു. അതുപോലെ അവിടെ നിൽക്കുന്ന അവിടെ ആൾക്കാരുണ്ടോ? നിങ്ങൾ തന്നെയാണോ നിൽക്കുന്നത്? അല്ല, സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫിന്റെ ഡ്രസ്സ് വരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സ്റ്റാഫ് 250 രൂപയുടെ ഡ്രസ്സ് ഇട്ടിട്ട് 1000 രൂപയുടെ ഡ്രസ്സ് വിൽക്കാൻ നിൽക്കരുത്. അവർ 1000 രൂപയുടെ ഡ്രസ്സോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള യൂണിഫോമോ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയോ അവർ കീപ്പ് ചെയ്യണം. അവർ വരുന്ന ആളുകളെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. നിങ്ങൾ ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾ അതിനേക്കാൾ വിലയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ വീട്ടിൽ ലുങ്കി എടുക്കുന്ന ആളായിരിക്കും. എനിക്ക് മറ്റേ കീറിയ ടീഷർട്ടോ ഒക്കെ ഇടുന്ന ആളായിരിക്കാം. പക്ഷെ അങ്ങനെ ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ്സുകാരന്റെ മുന്നിലേക്ക് വരാൻ പാടുമോ? ഞാൻ അങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എൽഫിക്കറിന്റെ അല്ലാണ്ട് സാധാരണ ഒരു 100 രൂപയുടെ ടീഷർട്ട് തിരുപ്പൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ടീഷർട്ട് ഇട്ടിട്ട് ലുങ്കിയൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല സാർ, ഞാൻ വീട്ടിൽ ഷർട്ട് ഇടാറില്ല, അതുകൊണ്ട് ഞാൻ ഷർട്ട് ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. ദാറ്റ്സ് എ വേ. നമ്മളെങ്ങനെ നമ്മുടെ കസ്റ്റമർ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അതുപോലെ ആയിരിക്കണം നമ്മളെപ്പോലെ ഇരിക്കും നമ്മുടെ കസ്റ്റമർ. യെസ്, ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. സാറ് ബാംഗ്ലൂരാണെന്നല്ലേ പറഞ്ഞത്? ഇപ്പം നാളെ സാറിനോട് ഫ്രീ ആയിട്ടൊന്ന് പേഴ്സണലി സംസാരിക്കാൻ പറ്റും? കേട്ടില്ല. സാറ് ബാംഗ്ലൂരാണെന്നല്ലേ പറഞ്ഞത്? അതെ, താങ്കൾ ബാംഗ്ലൂരാണോ? ബിസിനസ് സംബന്ധമായിട്ട് എനിക്ക് നാളെ സാറിനോട് പേഴ്സണലി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഓ, സംസാരിക്കാലോ. അതിനെന്താ, എന്റെ നമ്പർ ഉണ്ടല്ലോ അല്ലെ, വിളിച്ചോളൂ. ആദ്യം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ചോദിക്കുക. സമയത്തിന് എന്റെ സമയത്ത് താങ്കൾ. ഇതാണ് ബിസിനസ് കൺസൾട്ടേഷൻ. മനസ്സിലായ? നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ തരാൻ സാധിക്കുമെങ്കിൽ ദാറ്റ്സ് കോൾഡ് ബിസിനസ് കൺസൾട്ടേഷൻ. വേറെ എനി ക്വസ്റ്റ്യൻസ്? 10:24. വേറെ ആർക്കും ഇല്ലാന്ന് തോന്നുന്നു. കുറെ പേരൊക്കെ ഇറങ്ങിപ്പോയി, ഉറങ്ങാൻ തിരക്കായി പോയി തോന്നുന്നുണ്ട്. അപ്പോ നാളെ കാണാൻ. ഞാൻ പറഞ്ഞത് മറക്കണ്ട, വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് കിട്ടിയ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ആ പോയിന്റുകൾ എന്താണെങ്കിലും ഇടുക. നിർബന്ധമായിട്ടും അത് അപ്ഡേറ്റ് ചെയ്യണം, കാരണം അത് നിങ്ങളുടെ പഠനമാണ്. നാളെ ഒരു വ്യത്യസ്തമായ ടോപ്പിക്കുമായിട്ട്, അല്ലെങ്കിൽ ഒരു സിഇഒ എങ്ങനെ ഇരിക്കണം, സിഇഒ എന്തൊക്കെ ചെയ്യണം ഒരു കമ്പനിക്ക് വേണ്ടി എന്നുള്ള ടോപ്പിക്കുമായിട്ട് നാളെ വൈകുന്നേരം 9 മണിക്ക്, നാളെ രാത്രി 9 മണിക്ക് നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ മനസ്സുകൊണ്ട് മാത്രം അങ്ങോട്ട് വന്നാൽ മതി. ആളെണ്ണം തയ്ക്കാൻ ഒരാളും വരേണ്ടതില്ല. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. Good night, sir.